അള്ളാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്താൽ 27-ാം രാവിൻ്റെ ആത്മീയമായ മജ്‌ലിസിൽ നമ്മൾ പങ്കെടുത്താൽ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ്, അത് ഈമാൻ കൂടുന്നതിൻ്റെ അടയാളാണ്. അൽ ഈമാനു യസീദ്, ഈമാൻ കൂടും, ഈമാൻ വർദ്ധിക്കും. നല്ലൊരു വഅള് കേട്ട്, മരണം ഓർമ്മിപ്പിക്കുന്ന ഒരു ഉപദേശം കേട്ട് താൽക്കാലികമായിട്ടാണ് ഈ ലോകം മുഴുവനും എന്ന് കേട്ട് വരുന്ന ഒരാളോട് ഭാര്യ പറയാണ്, നമുക്ക് ഈ വണ്ടി മാറ്റിയിട്ട് വലിയൊരു വണ്ടി എടുത്താലോ. അപ്പം അയാൾ ആ സമയത്ത് ചിന്തിക്കുന്നത്, എന്ത് വണ്ടി, എന്തായാലും മരിച്ചു പോകണ്ടല്ലേ. കണ്ടോ? അപ്പം അയാൾക്ക് ദുനിയാവിനോടൊരു താല്പര്യം കുറയുന്നത് ഇവിടെ എന്തോ ഒന്ന് കൂടിയതുകൊണ്ടാണ്. അത് അയാൾക്ക് ആ രാത്രിത്തെ വഅളിൽ നിന്ന് കിട്ടിയതാണ്. അതേ മനുഷ്യൻ തന്നെ കൂട്ടുകാരൊന്നിച്ച് കളിച്ച് ആനന്ദിച്ച് ചിരിച്ച് അടിച്ചു പൊളിച്ച് വരുമ്പോൾ ഭാര്യനോട് അങ്ങോട്ട് പറയും, വണ്ടിയെല്ലാം മാറ്റാനായിനല്ലോ. കണ്ടോ? അതെന്തെ? 2 ആഴ്ച മുമ്പ് ദിക്റിന്റെ മജ്‌ലിസിൽ, ആത്മീയ മജ്‌ലിസിൽ നിന്ന് കിട്ടിയ ഈമാൻ വർധനവ് അതൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അതാണ് അതിന്റെ കാരണം. നല്ലൊരു വഅള് കേൾക്കുമ്പോൾ മദീനയിൽ പോവണ്ട മോനെ, ഹബീബായ തങ്ങളെ കാണണ്ടേ മോളെ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നൂലേ, കാണണം, തങ്ങളൊന്ന് കാണണം, മദീനയിലൊന്നെത്തണം. അത് ആ മജ്‌ലിസിന്റെ ബർക്കത്താണ്. അതേ നമ്മൾ തന്നെ ഒരു കല്യാണ പരിപാടിയിലോ ഒരു ഹൗസ് വാമിങ്ങിന്റെ പ്രോഗ്രാമിലോ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോൾ ആ ഫീലിംഗ് ഉണ്ടാവാറുണ്ടോ? ഇല്ല. അതാണ് അൽ ഈമാനു യസീദു വയൻഖുസു. ഈമാൻ കൂടുകയും ചെയ്യും, ഈമാൻ കുറയുകയും ചെയ്യും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരാൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അയാളിലുള്ള ഈമാൻ അയാളുടെ തലന്റെ മുകളിൽ നിൽക്കും. അപ്പൊ അയാൾക്ക് ഈമാൻ കുറഞ്ഞിട്ടുണ്ടാവുക. ആ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ മരിച്ചാൽ വല്ലാത്തൊരു മരണമായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നമുക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയ നിഅമത്തായ ഈമാന് വർദ്ധിക്കേണ്ട പരിപാടിയാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. അതെങ്ങനെ ഈമാൻ വർദ്ധിപ്പിക്കുക? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് കൊടുത്ത ഉപദേശത്തിൽ കാണാം, ജദ്ദിദി സഫീന ഫഇന്നൽ ബഹ്റ അമീക്. മോനെ, കപ്പൽ പുതുക്കിക്കൊണ്ടിരിക്കണം. ഫഇന്നൽ ബഹ്റ അമീക്, കടലിന് നല്ല ആഴമുണ്ട്. ആഴമുള്ള ആർത്തിരമ്പുന്ന തിരമാലകളുള്ള ക്ഷോഭിക്കുന്ന കടലിൽ ഓട്ടയുള്ള ലോക്കലായ പൊളിഞ്ഞുപോയ കപ്പലുമായി പോയാൽ നീ നടുക്കടലിൽ മുങ്ങി മരിച്ചു, നിന്റെ കപ്പൽ തകർന്നു പോകും. ആകയാൽ ജദ്ദിദി സഫീന, കപ്പൽ പുതുക്കണം. ഫഇന്നൽ ബഹ്റ അമീക്, കടലിന് നല്ല ആഴമുണ്ട്. എന്ന് പറഞ്ഞാൽ നിന്റെ ഈമാനിനെ നീ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. യുക്തിവാദികളും ബിദ്അത്തുകാരും ഈമാനിനെ കൊത്തിക്കൊണ്ടുപോകാൻ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ജദ്ദിദി സഫീന, മോനെ നിന്റെ ഈമാനിനെ നീ പുതുക്കണം. ഫഇന്നൽ ബഹ്റ അമീക്, ക്യാമ്പസിൽ നിന്റെ ഹിജാബ് അഴിക്കാനും നിനക്ക് താന്തോന്നിയാവാനും നിനക്ക് ലഹരി ഉപയോഗിക്കാനും സുലഭമായ സംവിധാനങ്ങൾ ഒരുക്കുന്ന കൂട്ടുകാരുണ്ടാവും. അപ്പോഴെല്ലാം നിന്റെ ഈമാനിനെ നീ പുതുക്കിക്കൊണ്ടിരിക്കണം.
ഫഇന്നൽ ബഹ്റ അമീഖ്. ചുറ്റുവട്ടത്ത് ഈമാനിനെ ദ്വാരമാക്കാൻ, ഈമാൻ എന്ന കപ്പലിന് വിള്ളലുണ്ടാക്കാൻ പല ദുശക്തികളും നിന്റെ മുന്നിലുണ്ടാകും. അപ്പോഴെല്ലാം ആടിയുലയാത്ത കപ്പൽ, ഉറച്ചു നിൽക്കുന്ന കപ്പൽ, ആർത്തിരമ്പുന്ന തിരമാലകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുന്ന കപ്പലാകുന്ന ഈമാൻ നിനക്കുണ്ടാവണം. അതാ പറഞ്ഞത് ജദ്ദിദു ഈമാനക്കും. വേറെ ഹദീസ്, നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ പുതുക്കണം. സ്വഹാബത്തിന്റെ ചോദ്യം, എങ്ങനെയാണ് നബിയെ നമ്മുടെ ഈമാനിനെ പുതുക്കുക? എങ്ങനെയാണ് റീന്യൂ ചെയ്യുക? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദിക്റുകൾ കൊണ്ട് ഈമാനിനെ പുതുക്കിക്കൊണ്ടിരിക്കണം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിന് എല്ലാ ചേറുകളിൽ നിന്നും രക്ഷപ്പെടുത്താൻ, നിന്റെ ഹൃദയത്തെ എല്ലാ വൃത്തികേടിൽ നിന്നും മാറ്റി നിർത്താൻ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദിക്റുള്ള കൊണ്ട് നിനക്ക് സാധിക്കും. ദിക്റുള്ള കൊണ്ട് സാധിക്കും. എന്താണ് ഈ ദിക്റുള്ള? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഈ ആയത്തിന് 2 എലമെന്റ്സുകളുണ്ട്. ഒന്നാമത്തത് ദിക്റുള്ള കൊണ്ട്, രണ്ടാമത്തത് തത്മഇന്നുൽ ഖുലൂബ്. എന്താണ് ഈ 2 കാര്യങ്ങൾ? ദിക്റുള്ള നിന്റെ നാവിലുണ്ടെങ്കിൽ, നിന്റെ കർമ്മങ്ങളിലുണ്ടെങ്കിൽ, തത്മഇന്നുൽ ഖുലൂബ്, നിനക്ക് ടെൻഷൻ വേണ്ട, പ്രയാസം വേണ്ട, ബുദ്ധിമുട്ടുണ്ടാവില്ല, ആരെക്കുറിച്ചും നിനക്ക് വേവലാതികൾ ഉണ്ടാവില്ല. തുൻസഉ മിൻഹുൽ ഖലിഖു വൽ ഇൽതിറാബ്. തഫ്സീർ റൂഹുൽ മആനിയിൽ കാണാം. ടെൻഷൻ ഉണ്ടാവില്ല. ബിസിനസ് പൊട്ടി, മകൾക്ക് വന്ന 2 പ്രപ്പോസലും ക്യാൻസലായി, വീടെടുക്കാനുള്ള പെർമിഷൻ നഷ്ടപ്പെട്ടു, ഫ്ലൈറ്റ് മിസ്സായി, ഒരു ടെൻഷനും ഉണ്ടാവില്ല. എന്തുകൊണ്ട്? മാ ഖലല്ലാ, അല്ലാഹ് കണക്കാക്കിയതല്ലേ ഇവിടെ സംഭവിക്കുള്ളൂ. വരാനുള്ളത് എന്തായാലും എനിക്ക് വരും, കിട്ടാൻ കണക്കാക്കാത്തത് കൊണ്ടാണ് ഇത് കിട്ടാത്തത് എന്ന വിചാരം ഉണ്ടാവും. അങ്ങനെ ഒരു ലോകത്തേക്ക് ഒരാളുടെ ഖൽബ് മാറണമെങ്കിൽ ദിക്റുള്ള കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഒരാളുടെ ഹൃദയത്തിന് തുമഇനീനത്ത് കിട്ടിയാൽ അയാൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല. കത്തിജ്വലിക്കുന്ന തീക്കുണ്ടാരത്തിലേക്ക് വില്ല് നിർമ്മിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അമ്പാക്കിയിട്ട് വിട്ടപ്പോൾ ഇബ്രാഹിം നബിയോട് തീക്കുണ്ടാരത്തിൽ എത്തുന്നതിൻ്റെ തൊട്ടു മുമ്പ് ഒരു മലക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തേലും ആവശ്യമുണ്ടോ? ഇല്ലല്ലോ, നിന്നിലേക്ക് ഒരാവശ്യമില്ല, ഏൽപ്പിക്കേണ്ട റബ്ബിനെ മുഴുവനും ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നോ ടെൻഷൻ, ഒരു ബേജാറുമില്ല. അടുത്ത സെക്കൻഡിൽ വീഴേണ്ടത് തീക്കുണ്ടാരത്തിലാ. എന്നിട്ട് ഇബ്രാഹിം നബിക്ക് ബേജാറുണ്ടോ? ഇല്ല. ആ ബേജാറില്ലാത്തത് കൊണ്ട് തന്നെ തീയോട് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ചൂട് വേണ്ട, ഇന്ന് തണുപ്പ് മതി. തണുപ്പ് എന്ന് പറഞ്ഞാൽ ഏത് തണുപ്പ്? അങ്ങനെ ഭയങ്കരമായിട്ട് AC 16 സെൻട്രൽ AC ആക്കിയിട്ട് മനുഷ്യന്മാർക്ക് കഫ് കട്ടൊന്നും ഉണ്ടാക്കരുത്. പിന്നെ ബർദൻ അല ഇബ്രാഹിം, ബർദൻ വസലാമൻ അല ഇബ്രാഹിം. ബർദാവണം, തണുപ്പ് പറ്റും, പക്ഷെ വസലാമൻ അല ഇബ്രാഹിം, ഇബ്രാഹിം നബിക്ക് കംഫർട്ടായ തണുപ്പ്. കണ്ടോ? വസലാമൻ അല ഇബ്രാഹിം. അതെന്തേ? തീയെ പേടിയില്ല. എന്തുകൊണ്ട്? തീയുടെ ഖാലിഖും അല്ലാഹു ആണ്, എൻ്റെ ഖാലിഖും അല്ലാഹു ആണ്. എന്നെയും തീയെയും സൃഷ്ടിച്ച റബ്ബിനെ തീക്ക് ചൂട് വേണോ വേണ്ടിയോ തീരുമാനിക്കാൻ അള്ളാഹ്ക്ക് കഴിവുണ്ടല്ലോ. പിന്നെന്തിനാ പേടി? ആ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ ദീനീ പ്രബോധനം നടത്തിയത്. പിന്നെന്ത് നമ്രൂദ്, പിന്നെന്ത് തീ? അതാണ് ഇബ്രാഹിം നബിയുടെ മനസ്സിലുള്ള ഈമാൻ. സൗർ ഗുഹയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോൾ ശത്രുക്കൾ മുകളിൽ വന്നു. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയെ, അവർ വലിയ ഉപകരണങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ നിരീക്ഷിക്കൊന്നും വേണ്ട,
അവരുടെ കാലിലേക്ക് നോക്കിയാൽ നമ്മളെ കാണും നബിയെ. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താ? അതൊന്നും കാണാൻ പോകുന്നില്ല. അതെന്ത്? ഇന്നല്ലാഹ മഅനാ, നമ്മുടെ കൂടെ അല്ലാഹ് ഉണ്ടല്ലോ. നമ്മൾ ഇവിടെ യാത്ര ചെയ്തത് ആർക്ക് വേണ്ടി? അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്. നമ്മൾ മദീനയിലേക്ക് പോകുന്നത് ആർക്ക് വേണ്ടി? അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ആർക്ക് വേണ്ടി? അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്. ആരെ ദീനാ നമ്മൾ കൊണ്ടു നടക്കുന്നത്? അള്ളാഹുവിൻ്റെ ദീൻ. പിന്നെ എന്തിനാ പഠിക്കുന്നത്? അങ്ങനെ പകുതിക്ക് വെച്ചിട്ട് യാത്ര അയക്കണ പരിപാടിയാണോ അള്ളാഹ്ക്കുള്ളത്? അല്ല, അള്ളാഹു മുഴുവനായിട്ടും ഏറ്റെടുക്കും. തത്മഇന്നുൽ ഖുലൂബ്, ടെൻഷൻ ഇല്ലാത്ത മനസ്സ് വേണോ? അലാ ബിദിക്രില്ല, നിങ്ങൾ ദിക്റുള്ള മുറുകെ പിടിക്കൂ. മുമ്പിൽ സമുദ്രം, ബേക്കിൽ ഫറോവയുടെ നേതൃത്വത്തിൽ 10,000 വരുന്ന ശത്രുക്കൾ. കൂടെയുള്ള ബനൂ ഇസ്രായേലുകാർ പറഞ്ഞു, ഇന്നാല മുദ്റഖൂൻ. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ഇപ്പം നമ്മളെ ശത്രുക്കൾ പിടിച്ചു കൊല്ലുമല്ലോ എന്ന്. ഇനി എന്ത് ചെയ്യും? വാട്ട് വി കാൻ ഡു? നമ്മൾ എന്ത് ചെയ്യാനാ? മുന്നിലതാ സമുദ്രം, ഇനി തിരിഞ്ഞു പോകാൻ പറ്റുമോ? ശത്രുക്കൾ മുമ്പിൽ നടക്കാൻ പറ്റുമോ? കടൽ, ആഴമുള്ള സമുദ്രം, എന്ത് ചെയ്യും? അപ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാം ഈമാനിന്റെ പ്രോജ്വലിക്കുന്ന വർദ്ധാനം പറയണത്, ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. ഇവിടെ വരെ എത്തിച്ചത് ആരാ? അള്ളാഹു. ആരുടെ ദീനാ ഞാൻ കൊണ്ടു നടക്കുന്നത്? അള്ളാഹുവിൻ്റെ. എന്തിനാ ഫിറൗൻ നമ്മളെ ആക്രമിക്കാൻ വരുന്നത്? അള്ളാഹിന്റെ ദീൻ പറഞ്ഞതുകൊണ്ട്. അപ്പം പിന്നെ അള്ളാഹ് നമ്മളെ കൂടെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. ഇത്ര വരെ എത്തിച്ച അള്ളാഹ്ക്ക് ഇനി എങ്ങനെ എത്തിക്കണമെന്നും അറിയാം. അടിക്കൂ മൂസാ നബിയെ, വടികൊണ്ട് സമുദ്രത്തിന് അടിക്കുന്നു. ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാതെ അതാ സമുദ്രം 2 പിളർപ്പാകുന്നു. കണ്ടോ? തത്മഇന്നുൽ ഖുലൂബിന്റെ മനസ്സിന്റെ ഉടമകളുടെ ഉദാഹരണങ്ങളാണ് ഖുർആനിന്റെ ഹദീസിന്റെ ചരിത്രങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നത്. എക്സാം വരുമ്പോൾ ബേജാറാവേണ്ടതുണ്ടോ? എന്തെങ്കിലും ഒരു നിയമം വരുമ്പോൾ നമുക്ക് ബേജാറാവേണ്ടതുണ്ടോ? സാധേ എൻ്റെ മകൾക്ക് 4 അന്വേഷണം വന്ന് ഇതുവരെ ഒന്നും സെറ്റായിട്ടില്ല എന്ന് ടെൻഷൻ ആവാനാണോ മുഅ്മിൻ ഇവിടെ വന്നത്? ആണോ? ഈമാൻ എന്ന പദത്തിൽ നിന്നാണ് മുഅ്മിൻ എന്ന പദം വന്നത്. ഈമാൻ എന്ന പദം അമ്ന് എന്ന പദത്തിൽ നിന്ന് എടുത്തതാ. അമ്ന് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ പേടിയില്ലാത്ത അവസ്ഥ എന്നാ. മുഅ്മിൻ എന്ത് പേടി വന്നിന്? എന്ത് പേടി? ആരെ പേടി? എന്തിനു പേടിക്കണം? കാരണം അല്ലാ. ഈ ബോധമുള്ള ആൾക്ക് 2 ലക്ഷം കടാവുമ്പോ പേടിയാവോ? ബിസിനസ്സിൽ കച്ചവടം കുറയുമ്പോ പേടിയാവോ? എന്തെങ്കിലും ഒരു കടബാധ്യത വരുമ്പോ പേടിയാവാനുള്ളതാണോ? തോറ്റോടാനോ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാനോ മുഅ്മിന് സമയമുണ്ടോ? ഇല്ല. ഇന്നല്ലാഹ മഈ, എൻ്റെ കൂടെ അല്ലാഹ് ഉണ്ടല്ലോ. ഇന്നല്ലാഹ മഅനാ, നമ്മുടെ കൂടെ അല്ലാഹ് ഉണ്ടല്ലോ. ശത്രുക്കൾ ഗുഹയുടെ മുകൾ ഭാഗത്തുനിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. ഗുഹയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴേക്ക് ചിലന്തിയോട് അല്ലാഹ് പറഞ്ഞു, ഉടനെ വല കെട്ടണം. പ്രാവിനോട് പറഞ്ഞു, മുട്ടയിടണം. ലന്നുൽ ഹമാമ വലന്നുൽ അൻകബൂത അലാ ഖൈരിൽ ബരിയതി ലം തൻസുജ് വലം തഹമി. ഓ, ശത്രുക്കൾ ഇങ്ങനെ നോക്കുമ്പോൾ, മക്കത്തെ ശത്രുക്കൾ നോക്കുമ്പോൾ കാണുന്നത് പ്രാവ് മുട്ടയിട്ടതും ചിലന്തി വലകെട്ടിയതുമാണ്. അപ്പൊ പിന്നെ ആരും ഉണ്ടാവില്ലല്ലോ എന്ന് ചിന്തിക്കുകയാണ്. അതാണ് ബൂസരി ഇമാം പറയണത്, വിഖായത്തുല്ലാഹി അഗ്നത അൻ മുളഅഫതി. അള്ളാഹ്ക്കിപ്പോ ഒരാളെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ബാലസ്റ്റിക് മിസൈലോ AK-47 ന്യൂക്ലിയർ ആറ്റം ബോംബോ ഒന്നും ആവശ്യമില്ല. ആകെ ഒരു ചിലന്തി വല മതി. യെസ്, അത്രേ വേണ്ടു. വിഖായത്തുല്ലാഹ്, അല്ലാഹ് ഒരാളെ ഏറ്റെടുത്താൽ ലോകം മുഴുവനും അയാളെ എതിർത്താലും എന്തേലും സംഭവിക്കുമോ? ഒരു കുട്ടി ജനിക്കുന്നുണ്ട്, ആ കുട്ടി തന്റെ അധികാരത്തിന് പ്രശ്നമുണ്ടാക്കും എന്ന് ഭീഷണിപ്പെട്ടതിന്റെ പേരിൽ, പേടിച്ചതിന്റെ പേരിലാണ് ഫറോവ 7000 കുട്ടികളെ കൊല്ലുന്നത്. 7000 കുട്ടികളെ, ആൺപിള്ളേരെ. എന്നിട്ട് ഈ കിടാക്കളെ മുഴുവനും കൊന്നിട്ട് എന്താ സംഭവിച്ചത്? അല്ലാഹ് വിചാരിച്ച മൂസാ നബിയെ അതേ ഫിറൗന്റെ കൊട്ടാരത്തിൽ തന്നെ അല്ലാഹ് വളർത്തി. അല്ല, പിന്നെ
അല്ല തന്നെ. ഈ കുട്ടിക്ക് പാല് കൊടുക്കാൻ ഒരു സ്ത്രീനെ വേണം. രാജാവിൻ്റെ കുട്ടിക്ക് പാല് കൊടുക്കാൻ സ്ത്രീയെ വേണമെന്ന് PR വർക്ക് ചെയ്തു, പരസ്യം കൊടുത്തു. നിരനിരാ പെണ്ണുങ്ങൾ വന്നു, ആരുടെയും മുലപ്പാല് കുടിക്കണില്ല. ഈ വിവരം മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മ അറിഞ്ഞപ്പോൾ വന്നു, പാല് കൊടുത്തു. അത് കുടിക്കുന്ന കണ്ടപ്പോൾ, അത് ഓക്കെ ആയപ്പോൾ ഫിറഔൻ മൂസ നബീൻ്റെ ഉമ്മാനോട് പ്ലീസ് ഇവിടെ നിൽക്കാവോ? എല്ലാം പിന്നെ എങ്ങനെയുണ്ട് കളി? മത്സരം ആരാ ഭാഗത്ത ഇപ്പം? അതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിരുന്നു നമ്രൂദ്. എന്നിട്ട് എന്താ സംഭവിച്ചത്? അതാണ് തത്മഇന്നുൽ ഖുലൂബ്. ഈമാൻ കുറഞ്ഞു പോകുന്ന വർത്തമാനങ്ങളും ചെയ്തികളും നമ്മളിൽ തന്നെ ഉണ്ടായാൽ, കൂട്ടുകാരെ, അള്ളാഹുവിലുള്ള വിശ്വാസമല്ലേ നമ്മുടെ ഒന്നാമത്തെ വിശ്വാസം. അവിടെ നമുക്ക് വീഴ്ച വരുന്നത് എന്തുകൊണ്ടാണ്? ആത്മഹത്യ കൂടുന്നു, ഡിപ്രഷൻ വർദ്ധിക്കുന്നു, നിരാശ വർദ്ധിക്കുന്നു. കുറച്ചൊന്ന് ബിസിനസ് ഡള്ളാവുമ്പോഴേക്ക്, 4 ഷോപ്പിൽ ഒരു ഷോപ്പിൽ ബർക്കത്തൊന്ന് കുറയുമ്പോഴേക്ക് വേറെന്തൊക്കെയോ ചിന്തിക്കുന്ന മുഅ്മിനീങ്ങൾ വർദ്ധിച്ചു വരുന്നു. എന്തുകൊണ്ട്? കൂട്ടുകാരെ, നമ്മുടെ ഖൽബ് തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറഞ്ഞ തുമൈനീനത്തുൽ ഖൽബ് നഷ്ടപ്പെട്ടുപോയി. സമരം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സുലത്ത് ബിൻ അശീം റളിയല്ലാഹു അൻഹുവിന്റെ വാഹനം ചത്തുപോയി. അള്ളാഹിനോട് സുലത്ത് ബിൻ അശീം റളിയല്ലാഹു അൻഹു ചോദിക്കുക, നിന്റെ മാർഗത്തിൽ സമരം ചെയ്ത് തിരിച്ചു വരുന്ന ആളാ ഞാൻ. ഈ വഴിവക്കിൽ വെച്ച് പെട്രോൾ തീർന്നാൽ ആകപ്പാടെ വഷളാവുന്ന പരിപാടിയാണല്ലോ. നിന്റെ മാർഗത്തിലല്ലേ ഞാൻ പോയി വരുന്നത്, അതുകൊണ്ട് എൻ്റെ വീടെത്തുന്നവരെങ്കിലും ഇതിൻ്റെ ജീവൻ തിരിച്ചു കൊടുക്കണമല്ലോ എന്ന്. ഉടനെ ജീവൻ തിരിച്ചു കിട്ടി. വീട്ടിലെത്തിയിട്ട് അതിൻ്റെ വാഹനം, മഹാന്റെ വാഹനം ചത്തുപോയി. ജാമിഉ കറാമത്തിൽ ഔലിയായിൽ യൂസുഫ് നബ്ഹാനി തങ്ങൾ രേഖപ്പെടുത്തുന്ന ചരിത്രം. അവർക്ക് പറയാൻ മാത്രം ഒരു റബ്ബുണ്ടെന്ന ബോധം അവർക്കുണ്ട്. ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്. ഈ ദറജയാണ് ഖുർആൻ പറഞ്ഞ തത്മഇന്നുൽ ഖുലൂബ്. തത്മഇന്നുൽ ഖുലൂബ്, തത്മഇന്നുൽ ഖുലൂബ്. ഈ ദറജയിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അതെങ്ങനെ കിട്ടുന്ന പറഞ്ഞത്? ഈ ആയത്തിനെ മാത്രമാണ് ഞാൻ ഇന്ന് വിശദീകരിക്കുന്നത്. അതെങ്ങനെ ലഭിക്കുന്ന പറഞ്ഞത്? അലാബിദിക്രില്ല, ദിക്റുള്ള കൊണ്ടാണ് കിട്ടുക. എന്താണ് ഈ ദിക്റുള്ള എന്ന് പറഞ്ഞാൽ? ആ ദിക്റുള്ളക്ക് 3 വ്യാഖ്യാനങ്ങളുണ്ട്. ചില മഹാന്മാർ 4 വ്യാഖ്യാനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അല, അറിയണേ, ശ്രദ്ധിക്കണേ, അറ്റൻഷൻ പ്ലീസ്, അറ്റൻഷൻ പ്ലീസ്, കീപ് സൈലൻസ്. ഒന്നെല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. ബിദിക്രില്ല, ദിക്റുള്ള കൊണ്ടാണ് തത്മഇന്നുൽ ഖുലൂബ്, ടെൻഷൻ ഇല്ലാതിരിക്കുക. സഹാബി ഇമാമിന്റെ 14 മക്കൾ മരിച്ചുപോയി. ടെൻഷൻ ഉണ്ടോ? ഇല്ല. മൂഡ് ഓഫ് എന്ന് സ്റ്റാറ്റസ് വെച്ചോ? ഇല്ല. അതിന്റെ ഇമോജി സ്റ്റിക്കറായി വാട്സപ്പിലിട്ടോ? ഇല്ല. 4 ആളോട് മിണ്ടാതിരുന്നോ 2 ആഴ്ച കാലം? ഇല്ല. ഇല്ല. എന്തുകൊണ്ട്? അവരുടെ ഖൽബ് തുമൈനീനത്തുൽ ഖൽബാണ്. എങ്ങനെ അവർക്ക് കിട്ടി? ബിദിക്രില്ല കൊണ്ട് കിട്ടി. എന്താണ് ഈ ദിക്റുള്ള എന്ന് പറഞ്ഞാൽ? ഒന്ന് 5 വക്ത നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവർ, അതാണ് അലാ ബിദിക്രില്ല എന്നതുകൊണ്ട് എൻ്റെ ഒന്നാമത്തെ വ്യാഖ്യാനം. കൃത്യമായി നിസ്കരിക്കുന്നവർ, അവർക്കെന്തിന് ടെൻഷൻ? 5 നേരം അള്ളാഹുവിനോട് സംഭാഷണം നടത്തിയിട്ട് തിരിച്ചു വരുന്ന ഒരു മനുഷ്യന് എന്ത് ടെൻഷൻ? അത് ഏതെങ്കിലും സമയത്ത് നിസ്കരിക്കുകയല്ല, ഏതെങ്കിലും സമയത്തല്ല, മറിച്ച് അതിൻ്റെ നിശ്ചയിക്കപ്പെട്ട സമയത്ത് നിർവഹിക്കുന്നവർ, അവരാണ് തുമൈനീനത്തുൽ ഖൽബുള്ളവർ, അവരാണ് തുമൈനീനത്തുൽ ഖൽബ്. വഖാല ഉസ്മാൻ ബിൻ അഫ്ഫാൻ
ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ നാട്ടിലൊക്കെ ഉസ്മാൻ അള്ളാൻ്റെ പേര് പറഞ്ഞാൽ റളിയല്ലാഹു അൻഹു ചെല്ലാറുണ്ട്. നോക്ക ഇവിടെ വക്കാല സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, മൻ ഹഫിള സ്വലവാത്തിൽ ഖംസ്, 5 വക്ത് നിസ്കാരം ആരെങ്കിലും കൊണ്ടു നടന്നാൽ, എപ്പോൾ? ലിവക്തിഹ, അല്ല പറഞ്ഞ സമയത്ത് കറക്റ്റ് നിസ്കരിച്ചാൽ. എപ്പോഴെങ്കിലും അല്ല, റമദാനിന് മാത്രമല്ല, കോളേജിൽ നിന്ന് ക്ഷീണമായിട്ടാണ് വരുന്നത്, പർദ്ദ മാറ്റിയിട്ട് നേരെ മൊബൈലുമായിട്ട് ബെഡിലിരിക്കുകയല്ല വേണ്ടത്, പിന്നെ വേഗം അസറങ്ങ് നിസ്കരിച്ചാൽ ആ ശീലം ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ. എങ്ങനെ? മൻ ഹഫിള സ്വലവാത്തിൽ ഖംസ് ലിവക്തിഹാ, അല്ല പറഞ്ഞ സമയത്ത് കറക്റ്റ് നിസ്കരിക്കുകയും വദാവമ അലൈഹാ, ആ ശീലം ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്താൽ, സ്ഥിരമാക്കിയാൽ എന്നർത്ഥം. അക്രമഹുല്ലാഹു ബിത്തിസ്ഇ കറാമാത്ത്, 9 ആദരവുകൾ അള്ളാഹു അവർക്ക് നൽകും. 9 കറാമത്തുകൾ, 9 മഹത്വങ്ങൾ അവർക്ക് റബ്ബ് നൽകും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് തൻ്റെ അൽ ഇസ്തിഅദാദ് ലിയൗമിൽ മആദ് എന്ന കിതാബിൽ എഴുതി വെക്കുന്നുണ്ട്. അതാണ് അലാ ബിദിക്രില്ലാഹി, നിസ്കാരം കറക്റ്റ് കൊണ്ട് നടക്കുന്നവർ. എപ്പോഴെങ്കിലും നിസ്കരിക്കാനല്ല സുബ്ഹ്, ഹയ്യ അലസ്വലാ, നിസ്കാരത്തിലേക്ക് വരൂ എന്ന് വിളിക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. എന്ന് പറഞ്ഞാൽ അല്ല പറയണത് മാംഗ്ലൂരോ മഞ്ചേശ്വരോ തൊട്ടപ്പുറത്തുള്ള കാസർഗോഡ് ഉപ്പള കുമ്പള ഏതെങ്കിലും വലിയ ടൗണിൽ പോയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കൈയും കാലും തലയും വാങ്ങിയിട്ട് എൻ്റെ മുമ്പിൽ വെക്കണം എന്നല്ല പറയണത്. പിന്നെ ഞാൻ തന്ന തല, ഞാൻ തന്ന കാല്, ഞാൻ തന്ന കൈ, ഞാൻ തന്ന മുഖം, അത് ഞാൻ വിളിക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ കുത്തണം. 6:45 സുബഹിസ്കരിക്കേണ്ടത്. അല്ലല്ലല്ലല്ലല്ല, ഞാൻ എപ്പോഴാണോ നിന്നോട് നിസ്കരിക്കാൻ വിളിക്കുന്നത് അപ്പോൾ വന്ന് നിസ്കരിക്കണം. ഖളായിലേലോ എന്നുള്ള ന്യായമല്ല പറയേണ്ടത്. അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ള സമയം അവ്വൽ വഖ്താണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എടാ നീയല്ലേ എന്താ കളിക്കണത്? നിന്റെ നിസ്കാരം ഖളായില് എന്ന് ഉമ്മയെങ്ങാനും പറഞ്ഞാൽ 6:49 ഖളായില്, ഞാൻ 6:45 നിസ്കരിച്ചു. യോ, ഇങ്ങനെ സംവാദം നടത്താനല്ല അള്ളാഹ് വിളിച്ചത്, ഉത്തരം മുട്ടിക്കാനല്ല വിളിച്ചത്. അവ്വൽ വഖ്ത് എന്ന് പറയുന്നത് റിദ്വാനും മിനല്ലാഹ്, അള്ളാഹ്ക്കിഷ്ടം മോനെ ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കല, അതാണ് അള്ളാഹ്ക്കിഷ്ടം. അങ്ങനെ 5 വഖ്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നയാളാണെങ്കിൽ വദാവമ അലൈഹാ, ആ ശീലം ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ അക്രമഹുല്ലാഹു ബിത്തിസ്ഇ കറാമാത്ത്, 9 ആദരവുകൾ അള്ളാഹു അയാൾക്ക് നൽകും. ഒന്ന് അവ്വലുഹ, ഒന്നാമത്തത് യുഹിബ്ബുഹുല്ലാഹ്, അയാളെ അള്ളാഹ് ഇഷ്ടപ്പെടും. അതല്ലേ മോമിനീങ്ങളെ നമുക്ക് കിട്ടേണ്ടത്. ലോകത്തെല്ലാവരും നമ്മൾ ഇഷ്ടപ്പെട്ടു, അള്ളാഹ്ക്ക് നമ്മളെ വെറുപ്പാണെങ്കിൽ എന്തിനാണ് ഈ ജീവിതം? നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ 2 മിനിറ്റ് കൊണ്ട് 2 മില്യൺ വ്യൂസ് കണ്ടു എന്നതുകൊണ്ട് ഇപ്പം എന്താ കാര്യം? അള്ളാഹ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്ത് കാര്യം? നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മളെ പടച്ച ഖാലിഖായ പടച്ച തമ്പുരാൻ എന്നെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലാഹ് എന്ന് ചിന്തിച്ചു നോക്കിയേ. അതിനെന്ത് വേണം? അലാ ബിദിക്രില്ലാഹ്, ഏറ്റവും വലിയ ദിക്റായ നിസ്കാരത്തെ നീ കൃത്യമായി കൊണ്ടു നടന്നാൽ
മോനെ യുഹിബ്ബുഹുല്ലാഹ്, അല്ലാഹ് ഇഷ്ടപ്പെടും. വറിദ്വാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടലാണ് ലോകം മുഴുവനും കിട്ടുന്നതിനേക്കാൾ വലുത്. ആര് നമ്മളെ കല്ലെറിഞ്ഞാലും, ആര് നമ്മളെ ട്രോളിയാലും, സോഷ്യൽ മീഡിയ മുഴുവനും അലക്കി തേച്ചാലും അല്ലാഹ് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ പേടിക്കണത്? എന്തിനു പേടിക്കണം? അല്ലാഹ് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീലിനെ വിളിച്ച് അലൈഹിസ്സലാം വിളിച്ചു പറയും, ഇന്നയാളെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വാനലോകത്തുള്ള മലക്കുകളോട് മുഴുവനും അവരെ ഇഷ്ടപ്പെടാൻ പറയൂ. കോടിക്കണക്കിന് മലക്കുകൾ മുഴുവനും അവരെ ഇഷ്ടപ്പെടുന്നു. മലക്കുകൾ അവരെ ഇഷ്ടപ്പെട്ടാൽ ഭൂലോകത്തെ സ്വാലിഹീങ്ങളുടെ മനസ്സിൽ അല്ലാഹു അവർക്ക് ഇഷ്ടം കൊടുക്കുകയാണ്. സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദാ. അതാണ് ഈ ഭൂലോകത്ത് ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടലാണ്. അതിനെന്ത് വേണം? ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, ബാങ്ക് കേട്ടാൽ ചിന്തിക്കണം. അല്ലാഹ് തന്ന തല, അല്ലാഹ് തന്ന കാല്, അല്ലാഹ് തന്ന മുഖം, അല്ലാഹ് തന്ന കൈ, അല്ലാഹ് വിളിക്കുന്ന സമയത്ത് കുത്തണ്ടേ, മുമ്പിൽ വെക്കണ്ടേ? നമുക്ക് തോന്നുന്ന സമയത്താണോ നിസ്കരിക്കേണ്ടത്? യുഹിബ്ബുഹുല്ലാഹ്. അങ്ങനെ നിസ്കാരത്തെ കൊണ്ടു നടന്നാൽ അല്ലാഹുവിൻ്റെ ഇഷ്ടം അവർക്ക് കിട്ടും. 2 വയകൂനു ബദനുഹു സ്വഹീഹൻ, അയാളുടെ ശരീരം നല്ല ആരോഗ്യമുള്ള ശരീരമായിരിക്കും. ഇബാദത്ത് ചെയ്യാൻ തൗഫീഖുള്ള ശരീരം, ന്യൂനതകളില്ലാത്ത ശരീരം, വഷളത്തരം വരാത്ത ശരീരം, സ്വഹീഹായ ആരോഗ്യമുള്ള ശരീരം അയാൾക്ക് നൽകും. 3 വതഹ്റുസുഹുൽ മലായിക, അയാളെ മലക്കുകൾ സംരക്ഷിക്കും, അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കും, മുസീബത്തുകളിൽ നിന്ന് സംരക്ഷിക്കും. മലക്കുകളുടെ കാവൽ അയാൾക്ക് അല്ലാഹു സ്പെഷ്യലായി നൽകും. കണ്ടില്ലേ, അബൂ മഅലക് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ബിസിനസ്സുകാരനാണ്. തൻ്റെ ചരക്കുമായി ബിസിനസ്സിന് വേണ്ടി യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ നിന്നൊരാൾ പരിചയപ്പെട്ടു. നിങ്ങളുടെ കൂടെ ബിസിനസ്സിൽ പാർട്ട്ണറാവാൻ ആഗ്രഹമുണ്ടെന്ന് അയാൾ ആഗ്രഹം പ്രകടിപ്പിച്ചു. അയാളെ വിശ്വസിച്ച് അബൂ മഅലക് റളിയല്ലാഹു അൻഹു ഓക്കെ പറയുകയും ചെയ്തു. അങ്ങനെ ഒരു ഷെയർ ബിസിനസ്സുമായി ആ 2 പേർ യാത്ര തുടർന്നു. യാത്രാമധ്യേ അബൂ മഅലക് റളിയല്ലാഹു അൻഹു ഒന്ന് വിശ്രമിക്കണമല്ലോ എന്ന് കരുതി ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ ഇറങ്ങി, കിടന്നുറങ്ങി. ഉറങ്ങിയ നേരത്ത് പാർട്ട്ണറായി ഇടയിൽ വന്നു ചേർന്നയാൾ അബൂ മഅലക് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകാലുകൾ കെട്ടിയിട്ടു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇയാളൊരു മുനാഫിഖാണ് എന്ന്. എന്നെ പറ്റിക്കാൻ വേണ്ടിയും സ്വത്ത് പിടിച്ചെടുക്കാൻ വേണ്ടിയും വന്നതാണ് എന്ന് സ്വഹാബിക്ക് മനസ്സിലായി. അപ്പോൾ അബൂ മഅലക് റളിയല്ലാഹു അൻഹു ഉറക്കിനെട്ടി. ഈ എന്തിനാണ് എന്നെ കെട്ടിയിടുന്നത്? നിങ്ങൾ മുഹമ്മദ് നബിയുടെ ആളാണല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കുന്നതിനെ എതിർത്തിട്ട് അദ്ദേഹം സംസാരിച്ചു. അപ്പൊ ഇയാൾക്ക് ഈമാനില്ലെന്ന് അബൂ മഅലക് തങ്ങൾക്ക് അന്നേരം മനസ്സിലാവണം. എൻ്റെ സ്വത്ത് നീ എടുത്തോളി, എന്നെ വെറുതെ വിടൂ എന്ന് പറഞ്ഞപ്പോൾ, അപേക്ഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാലുക്ക മാലി, നിന്റെ സ്വത്ത് ഞാൻ ഏതായാലും എടുക്കും, അത് ഈ പ്രത്യേകിച്ച് പറയൊന്നും വേണ്ട, ഞാൻ എന്തായാലും കൊണ്ടുപോകും. പിന്നെന്തിനാ എന്നെ കെട്ടിയിടുന്നത്? നിന്നെ കൊല്ലാൻ വേണ്ടി. കൊല്ലാനോ? അതെന്തിന്? നീ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുന്ന ആളല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ, എനിക്ക് രക്ഷയില്ല, നിനക്കെന്നെ കൊല്ലാം.
ലാസ്റ്റത്തെ ഒരാഗ്രഹമുണ്ട്, അത് പൂർത്തിയാക്കാൻ സമയം തരാവോ? എന്താണത്? 2 റക്അത്ത് നിസ്കാരം. ഓക്കെ, തരാം. അബൂ മാലിക് റളിയല്ലാഹു അൻഹു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് അങ്ങോട്ട് വിളിച്ചു ദ്വാരുന്നു. അപ്പോൾ അതാ ഒരു കുതിരപ്പടയാളി വന്നിട്ട് ഈ മുനാഫിഖിന്റെ തല അങ്ങ് വെട്ടിയിട്ട് പോയി. ഈ കുതിരപ്പടയാളിയെ നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ട് അബൂ മാലിക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ ആരാ? ഞാൻ ജിബ്രീലാണ് അലൈഹിസ്സലാത്തു വസ്സലാം. എന്തേ വന്നത്? നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിച്ചില്ലേ നിസ്കരിച്ചിട്ട്? യെസ്. ഉടനെ ശത്രുവിനെ കീഴ്പ്പെടുത്തി സ്വഹാബിയെ രക്ഷപ്പെടുത്തൂ എന്ന് എനിക്ക് ഓർഡർ കിട്ടി, അതാണ് വന്നത്. മലായിക, മലക്കളുടെ കാവലുണ്ടാവും കൃത്യം നിസ്കരിക്കുന്ന മനുഷ്യനാണെങ്കിൽ. ഒരൊറ്റ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഖളാ വരുത്. എറണാകുളം ഓക്ക എക്സ്പ്രസിലും മരുസാഗർ ട്രെയിനിലൊക്കെ അജ്മീറിലേക്ക് പോകുന്ന മനുഷ്യന്മാർ നിസ്കാരം ഖളാക്കുന്നവരാണെങ്കിൽ അജ്മീർ ഷെയ്ഖിന്റെ പൊരുത്തം കിട്ടും. ജംഉം കസ്റും അള്ളാഹ് അനുവദിച്ചത് തന്നെ വാഹനത്തിലുള്ള നിസ്കാരങ്ങളെ ഇമാമിങ്ങൾ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിച്ചത് തന്നെ ഒരൊറ്റ നിസ്കാരവും ഖളാവാതിരിക്കാനല്ലേ. അതാണ് സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ അഥവാ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ അവിടുത്തെ ഷർഹ് മുഖ്തസരി ശുഅബുൽ ഈമാൻ എന്ന കിതാബിൽ പറഞ്ഞത്, ഏത് കൃഷിയുടെ പേരിലാണെങ്കിലും ബിസിനസിന്റെ പേരിലാണെങ്കിലും കല്യാണത്തിന്റെ പേരിലാണെങ്കിലും ഒരൊറ്റ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഖളായിക്കൂടാ. 7 വയസ്സ് മുതൽ കുട്ടികളെ നിസ്കാരം കൊണ്ട് കൽപ്പിച്ചില്ലെങ്കിൽ ആ ഉപ്പയും ഈ മുനാഫിഖായി പോകും. ആ ഉപ്പയും മുനാഫിഖല്ല, ആ ഉപ്പയും ഉമ്മയും ഫാസിഖായി പോകും. ആ ഉപ്പയും ഉമ്മയും ഫാസിഖായി പോകും. വീട്ടില് 7 വയസ്സോ 8 വയസ്സൊക്കെ ആയിട്ട് കുട്ടികൾ ഉറങ്ങുക, സുബീക്ക് വിളിക്കണില്ല അവരെ. അതെന്താ? ഇന്ന് മദർസില്ലല്ലോ. ഈ ഉപ്പ ഫാസിഖായി പോകും. ഈ ഉപ്പ നിക്കാഹിന് സാക്ഷി നിന്നാൽ ആ നിക്കാഹ് ബാത്തിലാകും. കാരണം ഫാസിക്ക് സാക്ഷി നിന്നാൽ സാക്ഷിക്ക് പറ്റാത്ത ആളായതുകൊണ്ട് ആ നിക്കാഹ് സ്വഹീഹാവില്ലെന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എഴുതി വെക്കുന്നുണ്ട്. നമ്മൾ എത്ര ആൾക്കാർ 7 വയസ്സ് മുതൽ കുട്ടികളെ നിസ്കരിക്കാൻ മര്യാദയ്ക്ക് കൽപ്പിക്കാറുണ്ട്? അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദ്, ആഖിറത്തിൽ ആദ്യം പരലോകത്ത് വിചാരണ ഉണ്ടാവുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. അത് ശരിയില്ലേ വേറെന്ത് നമുക്കുണ്ടായിട്ടും കാര്യമില്ല. ഒരാൾക്ക് കുറേ നോമ്പുണ്ട്, കുറേ ഹജ്ജുണ്ട്, കുറേ നിസ്കാരങ്ങൾ ഖളാ വിട്ടാനുണ്ടായിരിക്കെ മരിച്ചുപോയാൽ അയാൾ സ്വർഗത്തേക്ക് പോവോ? ഇല്ല ഇല്ല. നിസ്കാരത്തിന് പകരം വേറെന്തെങ്കിലും സ്വതക്ക കൊടുത്താൽ പകരാവോ? ഇല്ല. ഹജ്ജ് ചെയ്യാത്ത വാപ്പ മരിച്ചാൽ മക്കൾക്ക് ഹജ്ജ് ചെയ്യാം ഉപ്പാന്റെ പേരിൽ. നോമ്പ് ബാക്കിയുണ്ടായിരിക്കെ ഉമ്മ മരിച്ചുപോയാൽ ലാസ്റ്റ് രോഗത്തിൽ കിടക്കുന്ന കാലത്ത് ഒരു റമദാനിലെ നോമ്പ് മുഴുവൻ ഒഴിവായി പോയിട്ടുണ്ട്. ആ നോമ്പിന് പകരം സംവിധാനങ്ങളുണ്ട് ഇസ്ലാമിന്റെ ഫിഖ്ഹിൽ. ഒരാൾ നിസ്കാരം ഒഴിവാക്കിയിട്ട് മരിച്ചുപോയാളാ 70,000 ദിക്ർ വാപ്പാന്റെ പേരിൽ ചൊല്ലിയാൽ നിസ്കാരത്തിന്റെ പകരാവോ? ഇല്ല ഇല്ല. നിസ്കാരത്തിന്റെ പകരം നിസ്കാരം തന്നെ. ഒരൊറ്റ നിസ്കാരം ഖളാൻ പാടില്ല. ഒരൊറ്റ നിസ്കാരം ഖളാൻ പാടില്ല. അങ്ങനെ അവ്വൽ വക്തിൽ നിസ്കരിച്ചാൽ, ജീവിതത്തിൽ കറക്റ്റ് നിസ്കാരത്തെ കൊണ്ടു നടന്നാൽ മലക്കുകളുടെ കാവലാണ് മൂന്നാമത്തെ നേട്ടം. 4 വതൻസിലുൽ ബറക്കത്തു ഫീ ദാരിഹി, അയാളുടെ വീട്ടിൽ വല്ലാത്ത ബർക്കത്തായിരിക്കും. എന്ന് പറഞ്ഞാൽ ഐ അൽ ഖൈറുൽ കസീർ, അയാളുടെ മക്കളിൽ ബർക്കത്ത്, അയാളുടെ വീട്ടിൽ ബർക്കത്ത്, അയാളുടെ സമ്പത്തിൽ ബർക്കത്ത്, അയാളുടെ ആയുസ്സിൽ ബർക്കത്ത്. എന്താണ് ഈ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ? ആ വിഷയം പറയാൻ വേണ്ടി മാത്രം ഒരു കിതാബ് തന്നെ ഉണ്ട്.
എന്താണ് ഈ സമ്പത്തിൽ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ? ആ സമ്പത്ത് കൊണ്ട് അള്ളാഹിന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കാൻ അയാൾക്ക് തൗഫീഖ് കിട്ടും. അതാണ് ബർക്കത്തിന്റെ താല്പര്യം. മക്കളിൽ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ആ മക്കളെ കൊണ്ട് ആഖിറത്തിൽ വിജയിക്കാൻ ഈ വാപ്പാക്കും ഉമ്മാക്കും കഴിയും. കറക്റ്റ് നിസ്കരിക്കുന്ന വീട്ടുകാരാണെങ്കിൽ ആ വീട്ടിൽ വലിയ ബർക്കത്തുണ്ടാവും. ലാസ്റ്റത്തെ മോന് സുബി കളാക്കുന്നുണ്ട്, ബാക്കി 3 മക്കളും നിസ്കരിക്കുന്നു, ഉപ്പയും ഉമ്മയും തഹജ്ജുദിന് എണീക്കുന്നു, വീട്ടിൽ ബർക്കത്തുണ്ടാവോ? ആ വീട്ടിന്റെ സ്റ്റെപ്പിലേക്ക് ബർക്കത്ത് വരുമോ? നിസ്കാരം കളാക്കുക എന്ന കടുത്ത വൻദോഷം ചെയ്യുന്ന ഒരു വീട്ടിൽ എങ്ങനെയാ ബർക്കത്തുണ്ടാവുക? എങ്ങനെയാ ബർക്കത്തുണ്ടാവുക? അതുകൊണ്ട് ബർക്കത്ത് നമ്മുടെ വീട്ടിൽ വേണോ? എല്ലാവരും കറക്റ്റ് നിസ്കരിക്കുന്നവനാവണം. 5 വയൽഹറു അലാ വജ്ഹിഹി സിയമസ്സാലിഹീൻ. കറക്റ്റ് നിസ്കരിക്കുന്ന മനുഷ്യന്മാരുടെ മുഖത്ത് സ്വാലിഹീങ്ങളുടെ അടയാളം ഉണ്ടാകും. ഖബറിൽ പോകുമ്പോൾ, മരിക്കുമ്പോൾ, ഖബറിലെത്തിയാൽ, മഹ്ശറിലേക്ക് വരുമ്പോൾ ഓരോ മുഖം തിളങ്ങുന്നുണ്ടാവും, സ്വാലിഹീങ്ങളുടെ അടയാളം ഉണ്ടാവും. ചില മനുഷ്യന്മാർ മുഖം കറുത്തു പോയിട്ടാണ് മരിക്കുക. മോശം മരണത്തിൻ്റെ ഒരു അടയാളം കൂടിയാണ്. ഒന്നിക്കലും മരിക്കുമ്പോൾ, അല്ലെങ്കിൽ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ അയാളുടെ നാവിൽ നിന്നോ രഹസ്യാവയവത്തിൽ നിന്നോ ഔറത്തിൻ്റെ ഭാഗത്തു നിന്നോ ദുർഗന്ധം വരുന്നുണ്ടെങ്കിൽ മോശം മരണത്തിൻ്റെ അടയാളം. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. കറക്റ്റ് നിസ്കരിക്കുന്ന മനുഷ്യന്മാർ മുഖത്ത് പ്രകാശം ഉണ്ടാകും, ഈമാനിന്റെ അടയാളം ഉണ്ടാവും. 6 വയുലയ്യിനുല്ലാഹു ഖൽബഹു. കറക്റ്റ് നിസ്കരിക്കുന്ന മനുഷ്യന്മാരുടെ ഖൽബ് സോഫ്റ്റായ ഖൽബായിരിക്കും. അതിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാർ പറയുന്നത് എന്താ അറിയോ? എന്താണ് വയുലയ്യിനുല്ലാഹു ഖൽബഹു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? ഖൽബ് സോഫ്റ്റ് ആയിരിക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നാ? ആര് ഉപദേശിച്ചാലും മൂപ്പര് സ്വീകരിക്കും. ഉപദേശിക്കുന്ന ആളോട് ദേഷ്യം ഉണ്ടാവില്ല. ആരോ പറഞ്ഞു, മോനെ കോളേജിലേക്ക് പോകുകയാണെങ്കിലും ഓഫീസിലേക്ക് പോകുകയാണെങ്കിലും പെയിന്റ് നിര്യാണിക്ക് താഴെയാക്കൽ തെറ്റന്നല്ലേ? അല്ല, അറിയാണ്ടായിപ്പോയതാണ്. ജസാക്കല്ലാഹു ഖൈറ. കണ്ട, ഉപദേശിക്കുന്ന ആളോടൊരു സ്നേഹം, തെറ്റ് തിരുത്തി തരുന്ന ആളോട് അങ്ങോട്ട് ദുആ. അതാണ് മുഅ്മിനീങ്ങൾ. ഉപദേശം ഒരാൾക്ക് സ്വീകരിക്കാൻ തോന്നാത്തതിൻ്റെ കാരണം അയാളുടെ മനസ്സിൽ കിബർ ഉള്ളത് കൊണ്ടാണെന്ന് ഗസാലി ഇമാം റഹിമഹുല്ലാഹ് ഇഹ്യാ ഉലുമുദ്ദീനിൽ പറയുന്നുണ്ട്. മോനെ നിനക്കത് പറ്റൂല, മോനെ തറവാട് കൊണ്ട് ആ പെണ്ണ് നിനക്ക് പറ്റൂല, അല്ലെങ്കിൽ ആ ചെക്കൻ പറ്റൂല, ഞാൻ കെട്ടിയിരിക്കും, ആ പെണ്ണിനെ തന്നെ എനിക്ക് വേണ്ട. ഉപ്പിയുമ്മയും പൈസ തന്നിട്ടില്ലെങ്കിലും ഞാൻ സ്വന്തം സമ്പാദിച്ചിട്ട് കെട്ടിയിരിക്കും. കണ്ടോ, ഉപദേശം സ്വീകരിക്കൂല. എല്ലാ മോനെ നീ എപ്പം ഫോൺ തന്നെയാണ്, നീ എന്താണ് ഈ വാതിലടച്ചിട്ട് കാണുന്നത്? ഒന്ന് ഓഫാക്കിയിട്ട് ഒരു 9, 9:30, 10 മണിയാകുമ്പോൾ ഉറങ്ങിയിട്ട് 4, 4:30 ആകുമ്പോൾ ഒന്ന് തഹജ്ജുദിന് എണീച്ചില്ലെങ്കിൽ ഉപ്പയെല്ലാം പള്ളിയിൽ പോകുമ്പോൾ എത്ര ചെറുപ്പക്കാരാടോ പള്ളിയിൽ കാണുന്നത്. ഉപ്പാക്കുണ്ടല്ലോ ഒരു ആഗ്രഹം, നീയൊക്കെ ഒന്ന് തഹജ്ജുദിന് എണീറ്റ് സുബീക്കൊക്കെ വരാൻ. ഒന്ന് അനങ്ങാണ്ടിക്കോ, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം എന്നൊരു ട്യൂണാണെങ്കിൽ ഇവൻ്റെ കൽബിലാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത്. അതാണ് ഒരു പ്രശ്നം. അങ്ങനെ ഉണ്ടാവരുത്. ഉപദേശിക്കുന്ന ആളെ കളിയാക്കുകയും ഉപദേശിക്കുന്ന ആളോട് വെറുപ്പുണ്ടാവുകയും ചെയ്യാന്ന് പറയുന്നത് കിബറിൻ്റെ അലാമത്താണ്, കിബറിൻ്റെ അടയാളം. കിബറുള്ള ആള് ഈമാനില്ലാതെ മരിച്ചു പോകുമെന്ന് ദഖീറത്തുൽ ഖൈർ എന്ന കിതാബ് പറയുന്നുണ്ട്. നമുക്ക് കിബർ പറ്റൂല. കിബറിൻ്റെ ഒരണുമണി തൂക്കം മനസ്സിലുണ്ടെങ്കിൽ അയാൾ നന്നാവില്ല. ഇബ്ലീസിന് 80,000 കൊല്ലം ഇബാദത്തുണ്ടായിട്ടും രക്ഷപ്പെടാതിരിക്കുന്നത് കിബർ എന്ന രോഗമുള്ളതുകൊണ്ടാണ്. കിബറുള്ളതുകൊണ്ട്. നിസ്കാരം കറക്റ്റ് നിർവഹിക്കുന്ന ആളാണെങ്കിൽ ആര് തെറ്റ് തിരുത്തി തന്നാലും അവർ 2 കാര്യം പറയും. എന്ത്? അല്ലാഹ് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു, 1. 2 ജസാക്കല്ലാഹു ഖൈറ, നിങ്ങൾക്ക് അല്ലാഹു വലിയ കൂലി തരട്ടെ, നിങ്ങൾ എന്നെ ഉപദേശിച്ചല്ലോ. ഗസാലി ഇമാം ഇഹ്യയിൽ പറയുന്നതാ.
നല്ല മനസ്സിൻ്റെ ഉടമകളെ തെറ്റ് തിരുത്തി കൊടുത്താൽ ഈ രണ്ട് കാര്യം ഉണ്ടാവില്ല. ഇതാ ശരിക്കും വേണ്ടത്. അങ്ങനെ ആവാൻ എന്താ വേണ്ടത്? ആരെങ്കിലുമൊക്കെ ഉപദേശിക്കുന്നത് ഇഷ്ടപ്പെടാൻ എന്താ നമുക്ക് വേണ്ടത്? കറക്റ്റ് നിസ്കരിക്കുക. അടുത്തത് ഏഴാമത്തത് വയമുറു അല സിറാത്തി കൽ ബർക്കിൽ ലാമിഅ. സിറാത്ത് പാലത്തിലൂടെ മിന്നൽ പിണർ വേഗത്തിൽ സ്വർഗത്തിലെത്തുന്ന മനുഷ്യന്മാരാ. സിറാത്ത് പാലത്തിൽ അടിപതറില്ല. ആയിരക്കണക്കിന് കൊല്ലം സഞ്ചരിക്കാനുള്ള പാലാണ് സിറാത്ത് പാലം. മുടിയേക്കാൾ നേരിയത്, വാളിനേക്കാൾ മൂർച്ചയുള്ളത്, അല്ലമുമിനല്ലയിൽ രാത്രിയേക്കാൾ ഇരുട്ടുള്ളത്. ആ പാലത്തിലൂടെ നടക്കാൻ സാധാ കാലുകൊണ്ട് എന്തായാലും നടക്കൂല. അതിന് കറക്റ്റ് നിസ്കരിക്കുന്ന മനുഷ്യന്മാരാണെങ്കിൽ അവർ വളരെ വേഗത്തിൽ സിറാത്ത് പാലത്തിലൂടെ പോകുമെന്ന് സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. എട്ടാമത്തത് വയുൻജിഹില്ലാഹു മിനന്നാർ. ആ പാലത്തിലൂടെ പോകുമ്പോൾ അയാൾ നരകത്തിൽ വീണുപോകില്ല. അയാളെ അല്ലാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. കാരണം എനിക്ക് വേണ്ടി സുജൂദ് ചെയ്ത നെറ്റിത്തടത്തിൽ എങ്ങനെയാ നരകത്തിൻ്റെ തീ സ്പർശിക്കുക. ഒമ്പതാമത്തത്, അപ്പൊ അയാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് സ്വർഗത്തിൽ എത്തുമല്ലോ. യെസ്, സ്വർഗത്തിൽ തന്നെ സാധാരണ പോസ്റ്റ് അല്ല, പിന്നെ വയുൻസിലുഹുല്ലാഹു ഫീ ജിവാരില്ലദീന ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഉന്നത ശ്രേഷ്ഠരായ ഔലിയാക്കളുടെ കൂടെ സ്വർഗത്തിൽ സീറ്റ് ലഭിക്കും. ആർക്ക്? എപ്പോഴും കറക്റ്റ് നിസ്കരിക്കുന്ന മനുഷ്യന്മാർക്ക്. എപ്പോഴും കറക്റ്റ് നിസ്കരിക്കണം. നാളെ റജബ് 27. അന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം എന്ന സമ്മാനവുമായിട്ട് നമ്മളിലേക്ക് വന്നത്. നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച രാത്രിയാണ്. ലൈലത്തുൽ ഖദറിനേക്കാൾ ടോപ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച അന്നത്തെ രാത്രി കേട്ടോ. കൊല്ലം റബീഉൽ അവ്വൽ 12-ാം രാവ് എല്ലാ കൊല്ലത്തെയും ലൈലത്തുൽ ഖദറിനേക്കാൾ ടോപ്പ് എന്നല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച അന്നത്തെ രാത്രി ഇല്ലേ, ആ ജനിച്ച രാത്രി, ആ പകലിനോട് ചേർന്നിട്ടുള്ള രാത്രി ഇല്ലേ, സുബിയോട് അടുത്ത സമയം, അതാണ് ലൈലത്തുൽ ഖദറിനേക്കാൾ ടോപ്പ്. അല്ലാണ്ട് എല്ലാ കൊല്ലവും ആവർത്തിച്ചു വരുന്ന റബീഉൽ അവ്വൽ 12-ന്റെ രാവ് എല്ലാ കൊല്ലമുള്ള റമദാൻ 27-നേക്കാൾ അഥവാ ലൈലത്തുൽ ഖദറിനേക്കാൾ ടോപ്പ് എന്നല്ല. ഇബ്നു അല്ലാൻ റളിയല്ലാഹു അൻഹു തഹ്ഖീഖ് വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ മസല പറയലല്ല ഇപ്പോഴത്തെ പ്രഭാഷണത്തിന്റെ താല്പര്യം. അപ്പൊ നമുക്ക് ഏറ്റവും ടോപ്പ് രാത്രി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച രാത്രിയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ടോപ്പായി ഇഷ്ടപ്പെട്ട രാത്രി ഏതാണെന്നറിയോ? മേറാജിന്റെ രാവ. എന്തുകൊണ്ട്? അള്ളാനെ കണ്ട രാവ്, പല ഓഫറുകളും കൊടുത്ത രാവ്. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിൻ മിനൽ ളുലമി. നൊടിയുടെ കൊണ്ട്, ചുരുങ്ങിയ സമയം കൊണ്ട് 7 ആകാശം കീഴടക്കി, സിദ്റത്തുൽ മുന്തഹ കീഴടക്കി, അല്ലാഹ് ഉദ്ദേശിച്ച മുഴുവൻ ലോകവും കണ്ട്, അഖിലാണ്ട ലോകം മുഴുവൻ കീഴടക്കിയിട്ട് തിരിച്ചു പോന്ന രാത്രിയാണ് ആ രാത്രി. ആ രാത്രിയാ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാത്രി. ആ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കൊണ്ടുവന്ന സമ്മാനാണ് 5 വക്ത് നിസ്കാരം. യഥാർത്ഥത്തിൽ അള്ളാഹു ആദ്യം കൊടുത്തത് 50 വക്ത് നിസ്കാരം. എന്നിട്ട് ആ സമ്മാനമായിട്ട് തിരിച്ചു വരുമ്പോൾ 7-ാം ആകാശത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം കണ്ട്, 6-ാം ആകാശത്തേക്കെത്തി മൂസാ നബി അലൈഹി സ്വലാമിനെ കണ്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, എന്താ കിട്ടിയത് സമ്മാനം എന്ന്? 50 വക്ത് നിസ്കാരം.
അയ്യോ മുത്തുനബിയെ, ദയവ് ചെയ്തിട്ട് അതൊന്നും കൊണ്ട് ഉമ്മത്തിൻ്റെ അടുത്തേക്ക് പോയേക്കല്ലേ. ഞാൻ പരീക്ഷിച്ചതാണ് എൻ്റെ ഉമ്മത്തിന്. അവർക്കാകെ രാവിലെയും വൈകുന്നേരവും ഓരോ നിസ്കാരം ഉണ്ടായിട്ടുള്ളൂ, അഥവാ 2 വക്ത്. അതന്നെ ഒരു കൊണ്ട് നടന്നിട്ടില്ല. അതന്നെ മര്യാദയ്ക്ക് നിസ്കരിച്ചിട്ടില്ല. ഇത് 50 വക്താ. നടക്കൂലേ നബിയെ, നടക്കൂലേ, തിരിച്ചു പോടുന്ന് പറഞ്ഞു. അല്ല ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് തിരിച്ചുപോയി. കുറച്ച് തരുമോന്ന് ചോദിച്ചു, കുറച്ചു 5. അങ്ങനെ 9 വട്ടം പോയി. 45 കുറച്ചിട്ട് ഇനിയുള്ളത് 5. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, തങ്ങളെ ഞാൻ പറഞ്ഞല്ലേ, നമ്മളെ കൗമിന്, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് 2 വക്ത് ഉണ്ടായിട്ട് തന്നെ ഒരു മര്യാദക്ക് അത് കൊണ്ടുനടന്നിട്ടില്ല. ഇത് 5 ഇല്ലേ, തങ്ങൾ വിചാരിക്കും ഇത് കുറവല്ലേ എന്ന്. തങ്ങളൊന്ന് പോടും. എനിക്ക് നാണക്കെടാന്ന്, ഇനി ചോദിക്കാൻ കഴിയില്ല. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ പ്രവചനാണത്. മൂസാ നബിയുടെ പ്രവചനം എന്തായാലും പുലരും എന്ന് ഈ ചരിത്രത്തെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ദർദരി നജ്മുദ്ദീനുൽ ഖൈത്തി തങ്ങളുടെ ഇസ്രാ മിറാജിനെ വിശദീകരിക്കുന്ന കിതാബിൻ്റെ ഹാഷിയിൽ എഴുതി വെക്കുന്നുണ്ട്. നടക്കൂല നബിയെ, 2 എൻ്റെ കമ്മ്യൂണിറ്റി കൊണ്ടു നടന്നിട്ടില്ല. 5 ഒഴിവാക്കുന്ന മനുഷ്യന്മാരില്ലേ, സുബി ഒഴിവാക്കുന്നവരില്ലേ, ലുഹർ ഒഴിവാക്കുന്ന ക്യാമ്പസ് സ്റ്റുഡൻസ് ഇല്ലേ, നിസ്കാരത്തിന് സൗകര്യം ഇല്ലയെന്ന് അറിഞ്ഞിട്ട് പോലും ബിഫാമിനും BDSനും +2നും ഹയർ സെക്കൻഡറിക്കൊക്കെ ചേർക്കുന്ന രക്ഷിതാക്കളില്ലേ. ഇത് മൂസാ നബിക്ക് പണ്ടേ അറിയുന്നുണ്ടാണ് പറഞ്ഞത്. ഇങ്ങനത്തെ എല്ലാം കുറേ കണവട്ടി ടീം വരുന്നുണ്ട്. നടക്കൂല നബിയെ, നടക്കൂല. മൂസാ നബിയുടെ പ്രവചനാണ് ഇവിടെ പുലരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അറിയില്ല എന്നാണോ അതിൻ്റെ അർത്ഥം? തങ്ങൾക്കും അറിയാം, 5 കൊണ്ട് നടക്കാത്ത കൗമുണ്ട് എന്ന്. അതുകൊണ്ട് എൻ്റെ ഉമ്മത്തിന് 5 കഴിയുമെന്നല്ല തങ്ങൾ പറഞ്ഞത്. ഇനി എങ്ങനെ അള്ളാൻ്റെ അടുത്ത് പോവാ, നാണക്കെടല്ലേ എന്ന്. കണ്ട, ആ 5 നമ്മൾ കൊണ്ട് നടക്കണം. അത് കിട്ടിയ രാത്രിൻ്റെ തലേത്തെ പ്രഭാഷണമാണ് ഇന്ന് സമാപനത്തിൽ നമ്മൾ കേൾക്കുന്നത്. അസ്വലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള വസീലയാണ് നിസ്കാരം. ആ ഇസ്രായിൻ്റെ രാത്രി എന്തെല്ലാം അത്ഭുതങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. എന്തൊക്കെ അത്ഭുത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജിന്റെ രാത്രി കണ്ടത്. എന്തൊക്കെ പറഞ്ഞു തീർക്കാൻ പറ്റുമോ? ഇല്ല. എന്തൊക്കെ കണ്ടു? ഉമറുൽ ഖാളി തങ്ങൾ തൻ്റെ ഖസീദത്തുൽ ഉമരിയയിൽ പറയുന്നുണ്ട്. എന്ത് പറയുന്നുണ്ട്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 7-ാം ആകാശത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്രേ, ഹത്താലി ബഹരിൻ നൂരി ജിബ്രീലും വഖഫ്. അറിവിൻ്റെ സാഗരമെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്നു. ഫീശത്തിഹി റുബൻ ഫവദ്ദഅ വഹതഫ്. യാത്ര പറഞ്ഞിട്ട് നബിയോട് പറയാണ്, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ്. ഇനി തങ്ങൾ പോയിക്കോളി നബിയേ, ഇനി എനിക്ക് വരാൻ പെർമിഷൻ ഇല്ല. അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. തങ്ങൾ പോയിക്കോളി നബിയേ. അങ്ങനെ കിട്ടേണ്ട സമ്മാനങ്ങൾ മുഴുവൻ കിട്ടി. കാണിച്ചു കൊടുക്കേണ്ടതെല്ലാം കാണിച്ചു കൊടുത്തപ്പോൾ ഒന്ന് കണ്ടു. എന്താണെന്നറിയോ? ഒരു വിഭാഗം ജനങ്ങൾ വലിയ പാറക്കല്ലെടുത്തിട്ട് അവരുടെ സ്വന്തം തല അടിച്ചടിച്ചടിച്ചടിച്ച് പൊട്ടിക്കുകയാണ്, അടിച്ച് തകർക്കുകയാണ്. പിന്നീട് ആ തല അവർക്ക് വീണ്ടും അല്ല കൊടുത്തു. കുല്ലമാൻ അളിജത്തു ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ ലിയദൂഖൽ അദാബ്. പിന്നെയും തല കൊടുത്തു. പിന്നെ ആ തല അവരടിച്ചു പൊളിച്ചു. തലപ്പൊളിയന്മാർ. 1 മണിക്കൂറിൽ തന്നെ എത്രയാ ഇവർ തല പൊളിക്കണത്? ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാ ജിബ്രീലേ ഇത്? ഹും അസ്ഖല റൂസുഹും അലസ്സലാത്ത്.
നിസ്കാരത്തിൻ്റെ മേൽ അവർക്ക് തല ഭാരമായി പോയി നബിയെ. മലയാളം, സുബീക്ക് തല പൊന്തുന്നില്ല, എണീക്കാൻ കഴിയുന്നില്ല ഉസ്താദെ, അലാറം വെച്ചിട്ട് എണീക്കാൻ കഴിയുന്നില്ല. പാവം പാവം. ഓനോട് അവൻ്റെ ചെങ്ക് പ്രോ പറയാണ്, ഡോ 2:30 കേട്ടോ നമ്മളെ ഇബ്രാഹിം വരുന്നത്, ഷെഫീഖ് വരുന്നത്, റഫീഖ് വരുന്നത് മാംഗ്ലൂർ എയർപോർട്ടിലാണ്, എയർ ഇന്ത്യ എക്സ്പ്രസ്സാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏറ്റവും ചുരുങ്ങിയത് 1:30 പോകണം. നീ എണീക്കോ, ഒരു മിസ് കോൾ അടിച്ചാൽ മതി. എന്ത് അലാറം വേണം? വേണ്ട. എന്താ വേണ്ടേ? മിസ് കോൾ. ടൂറിന് പോകുമ്പോൾ ഉറങ്ങോ? ഇല്ല. 4:30 എണീച്ചിട്ട് കൂട്ടുകാർ ബുഗാട്ടിയുടെയോ ഇന്നോവ ക്രിസ്ത്യൻ്റെ ഹോൺ അടിക്കുമ്പോൾ വരില്ലേ, എണീക്കും. അള്ള വിളിക്കുമ്പോൾ എന്താ എണീക്കാൻ കഴിയാത്തത്? ആ തല നീ തന്നെ പൊളിക്കേണ്ട ഒരു കാലം വരും. ഇബ്നു ഹജർ തങ്ങൾ അസ്സവാജിറിൽ എഴുതി വെക്കുന്നു. ഈ തല നമ്മൾ തന്നെ കഷ്ണം കഷ്ണമാക്കേണ്ട ഒരു കാലം വരും. സുബീക്ക് തല പൊന്തുന്നില്ലാന്നോ, തല ഉയർത്താൻ പറ്റുന്നില്ലാന്നോ? അള്ള തന്ന തലയോ? അള്ള തന്ന തല അള്ള വിളിച്ച സമയത്ത് അള്ളാൻ്റെ മുമ്പിൽ നമുക്ക് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ അടിമകളാണ്, ആണോ? അപ്പം നിസ്കാരം കറക്റ്റ് നിർവഹിക്കണം. അതാണ് അലാ ബിദിക്രില്ലാന്റെ ഒന്നാമത്തെ തഫ്സീർ. 4 തഫ്സീറുണ്ട്, സമയം നോക്കിയതാട്ടോ. ഒന്നാമത്തെ തഫ്സീർ 1. സെക്കൻഡ് വൺ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദിക്റുള്ള ഉണ്ടെങ്കിൽ അയാളുടെ ഖൽബിന് ടെൻഷൻ ഉണ്ടാവില്ല എന്നല്ലേ? എന്താണ് രണ്ടാമത്തത് അർത്ഥം? ദിക്റുള്ളാന്റെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 1000കണക്കിന് പേരുണ്ട്. മുഹമ്മദ്, അഹ്മദ്, ത്വാഹ, യാസീൻ, മുസമ്മിൽ, മുദ്ദസിർ, മുജ്തബ, ഖായിദുൽ ഖുർറിൽ മുഅജ്ജലീൻ, സാഹിബുൽ ഹൗലുൽ മൗറൂദ്. കുറേ പേരുകളുണ്ട്. തങ്ങളുടെ പേര് വിശദീകരിക്കാൻ വേണ്ടി മാത്രം യൂസുഫ് നബഹാനി റഹിമഹുള്ളക്ക് കിതാബുണ്ട്, സുയൂത്തി ഇമാമിന് 3 കിതാബുണ്ട്, അബുൽ ഖാസിം റസ്സാഖ് തങ്ങൾക്ക് പ്രൗഢമായ ഒരു കിതാബുണ്ട്, തദ്കിറത്തുൽ മുഹിബ്ബീൻ ഫീ ശർഹി അസ്മാഇ സയ്യിദുൽ മുർസലീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊരു പേരാണ് ദിക്റുല്ലാ എന്നുള്ളത്. മുത്തുനബീൻ്റെ ഒരു പേരാണ് ദിക്റുല്ലാ. എന്താ തങ്ങൾക്ക് അങ്ങനെ പേര് വരാനുള്ള കാരണം? ദിക്ർ ഖൽബിലും നാവിലും ഇല്ലാത്ത ഒരു സമയവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഏറ്റവും കൂടുതൽ അള്ളാഹ്ക്ക് ദിക്ർ ചൊല്ലുന്ന ആളായതുകൊണ്ട് തങ്ങൾക്ക് പേരെന്നെ വന്നു ദിക്റുല്ലാ. അങ്ങനെ പേരുണ്ട്. അപ്പോൾ ഈ ആയത്തിന്റെ തഫ്സീർ എന്താകും? അലാ ബിദിക്രില്ലാഹി, ദിക്റുള്ളയെ നിങ്ങൾ കൊണ്ടു നടന്നാൽ തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങളുടെ ഖൽബിന് ടെൻഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ മുത്തുനബി ഉണ്ടെങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തിനു മോനെ ടെൻഷൻ? എന്തിന് ടെൻഷൻ? ഇന്ന ഖൽബൻ അൻത സാകിനുഹു, തങ്ങൾ താമസിക്കുന്ന ഖൽബിൽ ലൈസ മുഹ്താജൻ ഇല സുറുജി, വേറെ എമർജൻസി ലൈറ്റോ CFL-ഓ ടോർച്ചോ ആവശ്യമില്ല. കാരണം നൂറായ മുത്തുനബിയുള്ള ഖൽബിൽ എന്തിന് വേറെ? എന്തിന് വേറെ? അതാണ് അലാ ബിദിക്രില്ലാഹി എന്ന ആയത്തിന് ഖാളി ഇയാദ് റഹിമഹുള്ളയുടെ അശ്ശിഫ ബിതഅരീഫി ഹുഖൂഖിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൽ പറയുന്നു, ബി മുഹമ്മദിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ ഓർത്ത് നടന്നാൽ തത്മഇന്നുൽ ഖുലൂബ്, അയാൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല. ഒരാളുടെ ഖൽബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ടെൻഷൻ? എന്തിനാ ടെൻഷൻ? എന്തിനാ ടെൻഷൻ? സഫീന റളിയല്ലാഹു അൻഹു സ്വഹാബിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൂതന, അംബാസിഡറാണ്. ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കപ്പൽ തകർന്നുപോയി. ഏതോ ഒരു സ്ഥലത്തേക്ക് എത്തി. തകർന്നുപോയ ഒരു പലക കഷ്ണത്തിൽ അള്ളിപ്പിടിച്ചുകൊണ്ട്
കരപറ്റി, കരയിലേക്ക് എത്തിയിട്ട് കാടാണ് എത്തിയത്, കൊടുങ്കാട്. അവിടെ അതാ ഒരു സിംഹം ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുക. ഉടനെ സഫീന റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹലോ ഹലോ, ഞാൻ ചില്ലറക്കാരനല്ല, മുത്തുനബിയുടെ ദൂതനാണ്, മുത്തുനബിയുടെ അംബാസഡറാണ്. സിംഹം താഴ്മയോടെ തല താഴ്ത്തി. കാട്ടിൽ നിന്ന് പുറത്തേക്കെത്തേണ്ട വഴി സിംഹം കാണിച്ചു കൊടുത്തു. കാട്ടിന്റെ പുറത്തേക്ക് വളരെ സന്തോഷത്തോടു കൂടി മഹാൻ പോയി. എന്തേ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൽബിലുണ്ടെങ്കിൽ എന്തിന് പേടിക്കണം? സമരം ജയിച്ച് എല്ലാവരും ആഹ്ലാദ ചിത്തരായി നിൽക്കുമ്പോൾ അൽ ബിദായത്തു വന്നിഹായ എന്ന കിതാബിൽ കാണാം, ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു പരതയാണ്. യുദ്ധത്തിന്റെ കമാൻഡറാണ്, യുദ്ധത്തിന്റെ ക്യാപ്റ്റനാണ്, യുദ്ധത്തിന്റെ സൈനാധിപനാണ്. എന്തെന്നാ നിങ്ങൾ ഈ പരതുന്നത്? എൻ്റെ തൊപ്പി. തൊപ്പിയോ? ലോക്കൽ ഒരു പടത്തൊപ്പി വീണതിനാണോ ഇങ്ങനെ പരതുന്നത്? ഈ ഗനീമത്ത് സ്വത്തുനിന്ന് എന്തെല്ലാം നമുക്ക് കൈക്കലാക്കാം. എന്തിനാണ് ആ തൊപ്പിയൊക്കെ പരതുന്നത്? അത് ലോക്കൽ തൊപ്പിയല്ല. എൻ്റെ യുദ്ധം മുഴുവനും ജയിക്കാൻ കാരണം ആ തൊപ്പിയാണ്. എന്തേ? ആ തൊപ്പിയുടെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ ഷഅർ മുബാറക്ക് ഞാൻ തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അയാൾക്കെന്തിന് ടെൻഷൻ? അയാൾക്കെന്തിന് ടെൻഷൻ? ഇന്നത്തെ വഅളിന് സംഘാടകർ നൽകിയ വിഷയത്തിലേക്ക് അതാ വരികയാണ്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ മഹബത്തുള്ളവരായി മാറാൻ അതിനൊരു വസീലയുണ്ട്, അതിനൊരു വഴിയുണ്ട്. എന്താ വഴി? കസ്റത്തുസ് സ്വലാത്തി അലൽ ഹബീബിൽ മുസ്തഫ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കൽ. ഇന്ന കസ്റത്തുസ് സ്വലാത്ത്, ഒരാൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഹിയ അദ്ദലീലു സ്വാദിഖു അലാ മഹബ്ബതിഹി. കിതാബ് പറയുന്ന ഭാഷയാണ്. ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആത്മാർത്ഥമായ മഹബ്ബത്തുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് അയാൾ കുറേ സ്വലാത്ത് ചൊല്ലുന്നു എന്നുള്ളത്. അബ്ദുല്ലാഹി സിറാജ് തങ്ങളുടെ സ്വലാത്തിനെ വിശദീകരിക്കുന്ന കിതാബിൽ കാണാം ഈ പറഞ്ഞ ടെക്സ്റ്റ്. അദ്ദലീലു സ്വാദിഖ്, ആത്മാർത്ഥമായ അടയാളമാണ് ആത്മാർത്ഥമായ മഹബ്ബത്തുണ്ട് എന്നുള്ളതിന് സ്വലാത്ത് വർദ്ധിപ്പിക്കൽ. എൻ്റെ മുന്നിൽ ഉള്ള കിതാബിൻ്റെ പേര് തഖ്രീബുൽ ഉസൂൽ ലി തസ്ഹീലിൽ ഉസൂൽ ലി മഅരിഫത്തി റബ്ബി സുബ്ഹാനഹു വ തആല വർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്മദ് ബിൻ സൈനി ദഹ്ലാൻ തങ്ങളുടെ അതിമനോഹരമായ കിതാബ്. ഈ കിതാബിൽ സ്വലാത്തിൻ്റെ മഹത്വങ്ങൾ വിശദീകരിക്കുന്ന ഒരു പാർട്ടിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത്, തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിൻ്റെ മഹത്വം എത്ര വിശദീകരിച്ചാലും തീരൂല. ചിലത് മാത്രം നമുക്ക് വായിച്ചു പോകാം. ഈ കിതാബിൽ പൂർണ്ണമായി പറയുന്നു എന്നൊന്നുമല്ല മുസന്നിഫിൻ്റെയും അവകാശം. ബറക്കത്തിന് വേണ്ടി കുറച്ച് പറയാം എന്നാണ് എല്ലാ മുസന്നിഫുകളും പറയാറുള്ളത്. ഒന്ന്, ഇംതിസാലു അംരില്ലാഹി തആല ഹൈസു ഖാല സ്വല്ലു അലൈഹി. ഒരാൾ അള്ളാഹുവിനെ അനുസരിക്കുന്നു എന്നുള്ളതാണല്ലോ സ്വലാത്ത് ചൊല്ലലിലൂടെ അയാൾ ബോധ്യപ്പെടുത്തുന്നത്. കാരണം എന്ത്? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അള്ളാഹും മലക്കുകളും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. മലക്കുകൾ അല്ലാഹ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ സ്നേഹത്തോടെ പറയാം, സ്വല്ലു അലൈഹി, ആ തങ്ങളുടെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. ആര് പറയാ? അല്ലാഹ് പറയാ. അപ്പോൾ ഒരാൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ അനുസരണയുള്ള അടിമയാവുകയാണ്. അതിനല്ലേ നമ്മൾ ഇവിടെ വന്നത്.
അള്ളാഹിന്റെ അനുസരണമുള്ളവരാവാൻ വേണ്ടിയല്ലേ നമ്മൾ ഈ വഅദിന്റെ സദസ്സ് സംഘടിപ്പിക്കുന്നത്? അല്ലേ? അതെ. വഹാദിഹിൽ ഫായിദത്തു അഅ്ലമുൽ ഫവായിദ്. ഒരു മനുഷ്യന് ഈ ഭൂലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടമല്ലേ മോനെ അനുസരണം അള്ളാഹ്ക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത്. അള്ളാഹുവിന് അനുസരണമുള്ള ഒരു അടിമയാവുക എന്നുള്ളത് ഏറ്റവും വലിയ മഹത്വമല്ലേ? വഹിയൽ ഉബൂദിയത്തു അൽ മഹള, വിധേയത്വമുള്ള അടിമ. ലിഅന്നഹ അഷ്റഫു മഖാമാത്തിൽ അബ്ദ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പോസ്റ്റ് എന്താ? മന്ത്രിയാവുക എന്നുള്ളതാണോ? അല്ല. സംഘടനാ നേതാവുക എന്നുള്ളതാണോ? അല്ല. പള്ളിയുടെ പ്രസിഡന്റ് ആവുക എന്നുള്ളതാണോ? അല്ല. ഒരുപാട് ഷോപ്പിന്റെ മുതലാളിയാവുക എന്നുള്ളതാണോ? അല്ല. ആയിരക്കണക്കിന് പവൻ ഉണ്ടാവുക എന്നുള്ളതാണോ? അല്ല. ഒരാൾക്ക് ഈ ഭൂലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ പോസ്റ്റ് അബ്ദുല്ലാ, അള്ളാഹുവിന്റെ വിധേയത്വമുള്ള ഒരു അടിമ. എന്തിനാ നബിയെ കാല് നീര് കെട്ടുന്നത് വരെ ഇങ്ങനെ കഷ്ടപ്പെട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നത്? ആയിഷ ബീവിയുടെ ചോദ്യത്തിന്, അല്ലെങ്കിൽ ഹുദൈഫ റളിയല്ലാഹുവിന്റെ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി എന്താ? അഫലാ കുന അബ്ദൻ ശകൂറാ. ഒന്നും വേണ്ട, ഒരു നന്ദിയുള്ള അടിമയായി കിട്ടാൻ മതി. 4-5 മണിക്കൂർ നീണ്ട നേരം നിസ്കരിക്കുന്നതിന്റെ ലക്ഷ്യം തന്നെ ഒരു നല്ലൊരു അടിമയായി കിട്ടിയാൽ മതി. കണ്ടോ എന്താ നബിയെ തങ്ങൾ നിലത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത്? അജ്ലിസുഖമായ അജ്ലിസുൽ അബ്ദു, ഒരടിമ ഇരിക്കുന്ന പോലെ ഇരുന്നോളം. ഒരടിമ, ഒരടിമ, ഒരടിമ. തങ്ങൾ എന്താ ഇങ്ങനെ തിന്നുന്നത്? ആക്കുലുക്കമായ കുലുല്ലബുദു, ഒരടിമ തിന്നുന്ന പോലെ തിന്നോളാം. നമുക്ക് അത്ര മതി. അതാണ് ഏറ്റവും വലുത്. അതാണ് ഏറ്റവും വലുത്. നമ്മൾ നാളെ അൽ കഹ്ഫ് തുറക്കുമ്പോൾ ആദ്യം വരുന്നത് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹി, എൻ്റെ അടിമക്ക് ഇറക്കി കൊടുത്ത ഖുർആൻ. എൻ്റെ അടിമ, എൻ്റെ അടിമ, എൻ്റെ അടിമ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ പോസ്റ്റ് അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു കഴിഞ്ഞിട്ടാണ് വറസൂലുഹു എന്ന് പറയുന്നത്. അള്ളാന്റെ അടിമയാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പോസ്റ്റ്. ആചാര്യ മോളെ കല്യാണമല്ലേ 18-ാം തീയതി ഫെബ്രുവരി അല്ലെങ്കിൽ ജനുവരി? അതെ. ക്യാഷൊക്കൊത്തോ? ഉസ്താദെ ഒരു 5 ലക്ഷത്തിൻ്റെ കുറി അടിക്കാനുണ്ട്, എനിക്കാണത് കിട്ടാനുള്ളത്, ലാസ്റ്റാണ്. പിന്നെ ഒരു 2 ലക്ഷം എനിക്ക് ഒരാൾ തിരിച്ചു തരാനുണ്ട്. പിന്നെ വീട് പണിയും റൂമൊക്കെ നേരത്തെ തന്നെ സെറ്റാക്കിയോണ്ട് വല്ല ചിലവൊന്നുമില്ല. പിന്നെ ഞാൻ ജ്യേഷ്ഠനോട് ഒരു 3 ലക്ഷം കടം ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ 10 ലക്ഷമല്ലോ. പിന്നെ അള്ള ഉണ്ടല്ലോ. എത്രാമത്തെ? 4-ാമത്തെ. എത്രാമത്തെ? 4-ാമത്തെ. എത്രാമത്തെ? 4-ാമത്തെ. മൂപ്പരുടെ ഇന്നോവക്ക് ഒട്ടിച്ച സ്റ്റിക്കർ ഏതായിരുന്നു കാറിൽ? തവക്കൽതു അലല്ലാഹ്. അടിമയാവാൻ ഇനിയും മെയിലുകൾ താണ്ടാനുണ്ട്. ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. താണ്ടാനുണ്ട്. അടിമയായിട്ടില്ല, അടിമയായിട്ടില്ല. അഫലാ കുന അബ്ദൻ ശകൂറാ. ഇസ്രായിന് കൊണ്ടുപോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഉപയോഗിച്ച ടേം എന്താ? സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി. എൻ്റെ അടിമയെ ഞാൻ കൊണ്ടുപോയി, രാത്രി 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 കൊണ്ടുപോയി. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിൻ മിനൽ ദുലമി. കണ്ടോ? മിറാജിന് കൊണ്ടുപോയിട്ട് കൊടുക്കേണ്ട സമ്മാനങ്ങൾ മുഴുവനും കൊടുത്തതിന് അല്ലാഹ് എന്താ പറഞ്ഞത്? വൗഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. എൻ്റെ അടിമക്ക് ഞാൻ കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു, നിങ്ങളതിൽ ഇടപെടണ്ട. ഞാനും അവരും തമ്മിലുള്ള ബന്ധമാണ്, ഞാനും എൻ്റെ അടിമയും. അടിമ, അടിമ. അത് വല്ലാത്തൊരു പോസ്റ്റാ. അങ്ങനെ ഒരാളായിക്കിട്ടാൻ അയാൾക്ക് 10-15 ക്വാളിറ്റീസ് വേണം. അത് മുഴുവൻ വിശദീകരിക്കുന്ന അൽ അൻവാറുൽ ഖുദ്സിയ ഫി ആദാബുൽ ഉബൂദിയ എന്ന് പറഞ്ഞിട്ട് ഷെഹറാൻ ഇമാമിന് ഒരു കിതാബുണ്ട്. അതിലേക്ക് ഇപ്പോൾ നമ്മൾ പോയാൽ പിന്നെ ഈ കിതാബ് എന്തിനാ തുറന്നു വെച്ചത് നിങ്ങൾ എന്നെ ചോദിക്കും. അതുകൊണ്ട് ഇപ്പോൾ ആ കിതാബ് തുറക്കണില്ല. അത് വല്ലാത്തൊരു പോസ്റ്റാ, അടിമയാവുക എന്നുള്ളത്. എന്ത് കിട്ടിയാലും അള്ളാഹ് തന്നതാണെന്നുള്ള ബോധം വരിക, അതാണ് യഥാർത്ഥ അടിമയുടെ ക്വാളിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി. അങ്ങനെ പറഞ്ഞാൽ
കുല്ലമാ ദഖല അലൈഹ സക്കരിയ, കുല്ലമാ ദഖല അലൈഹ സക്കരിയ, മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് സക്കരിയ നബി അലൈഹിസ്സലാം പ്രവേശിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ഡിലീഷ്യസ് ഫ്രൂട്ട്സുകളൊക്കെയാണ് മറിയം ബീവിയുടെ അടുത്ത് കാണുന്നത്, സീസൺ അല്ലാത്ത കാലത്തുള്ള ഫ്രൂട്ട്സൊക്കെ. അപ്പം മറിയം ബീവിയോട് സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ചു, അല്ല മറിയം, അന്നാലക്കി ഹാദാ, ഇതൊക്കെ എവിടുന്ന കിട്ടിയെടുക്കുന്നത്, ഇത് എവിടുന്ന കിട്ടിയേക്കണത്? അപ്പം മറിയം ബീവി, എനിക്കൊന്നും അറിയുകയും ചെയ്യില്ല, എനിക്കൊന്നും അറിയില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, ഹോ മിന്നെ എന്തില്ല, അത് അല്ല തന്നതാണ്, എനിക്കൊന്നും അറിയില്ല, അല്ല തന്നെയാണ്, എനിക്കൊന്നും അറിയില്ല, അല്ല തന്നതാണ്. ഓ ഓ ഇത്രമേൽ കറാമത്തും ഇത്രമേൽ സൂക്ഷ്മതയുള്ള മറിയം ബീവി വിധേയത്വത്തിൻ്റെ ഏറ്റവും പാരമ്യതയിലേക്ക് ഇറങ്ങാണ്. എനിക്കൊന്നും അറിയില്ല, മിന്നെ എന്തില്ല, അല്ല തന്നെയാണ്, എനിക്കൊന്നും അറിയില്ല, ഇതിനാണ് അടിമ എന്ന് പറയുന്നത്. എങ്ങനെയാ മോളെ ഫുൾ A+ കിട്ടിയത്? റാങ്ക് ഹോൾഡർ ആണല്ലോ. ഹൗ ഡിഡ് ഹി ഗെറ്റ് ദിസ് ഗ്രേറ്റ് പൊസിഷൻ? എങ്ങനെയാണ് കിട്ടിയത്? ഞാൻ ഡെയിലി നന്നായിട്ട് പഠിക്കും, എനിക്ക് നല്ല മെമ്മറിയാണെന്ന് എല്ലാവരും പറയാറുണ്ട്. പിന്നെ 9 കൊല്ലത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. കണ്ടോ, അള്ളാഹ് കൊടുക്കൂല, അള്ളാഹ് കൊടുക്കൂല. എങ്ങനെ ഹാജിയാരെ 5-6 ഷോപ്പ് മാംഗ്ലൂരും പരിസരത്തൊക്കെ ഉണ്ടല്ലോ, ബാംഗ്ലൂരൊക്കെ ആയിട്ട് അല്ലേ, എങ്ങനെ ഇതൊക്കെ റൺ ചെയ്ത് പോകുന്നത്? അതൊക്കെ ഒരു നേക്കാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ വേറൊന്നും അള്ളാഹ് കൊടുക്കൂല, അള്ളാഹ് കൊടുക്കൂല, കൊടുക്കൂല, മുമ്പിന് കൊടുക്കൂല. നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്കൊക്കെ ഫുള്ള് റാങ്ക് കിട്ടുന്നുണ്ടല്ലോ, അതെങ്ങനെ കിട്ടിയതെന്ന് വല്ല ചാനലുകാരും ഒരു കോഡ്ലെസ് മൈക്ക് എടുത്തിട്ട് പഠിപ്പിച്ച ആളോട് ഇൻ്റർവ്യൂ നടത്തിയപ്പം പഠിപ്പിക്കുന്നതിനൊക്കെ ഒരു രീതിയുണ്ട്, ഒരു മെത്തഡോളജി ഉണ്ട്, അത് അങ്ങനെ പഠിപ്പിക്കണം. കണ്ടോ, അള്ളാഹ് കൊടുക്കൂല. നമ്മൾ അടിമയാവാൻ ഇനിയും ദൂരമുണ്ട്. നമ്മൾ അബ്ദുള്ള അല്ല, നമ്മൾ അബ്ദുൽ ഹവ. നമ്മളെ തന്നെ അടിമയാണ്, നമ്മൾ തീറ്റിപ്പോറ്റുന്ന നമ്മളെയാണ്. അതിൽ നിന്ന് മാറി ഒരു അബ്ദുള്ളയാവാനുള്ള വഴിയാണ് കസറത്തു സ്വലാത്തി അലൽ ഹബീബിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഇംതിസാലു അംരില്ല എന്ന് പറയുന്നതിൻ്റെ താല്പര്യം. 1. 2, മുവാഫഖത്തുൽ അബ്ദി ലിറബ്ബിഹി ഫിസ്സലാത്തി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇൻ ഇഖ്തലഫ മഅനാ സ്വലാത്തൈൻ. അല്ലാഹ് ഒരു കാര്യം ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം ചെയ്യണം എന്ന് സ്വലാത്തിനെ കുറിച്ചല്ലാതെ വേറൊന്നിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല. ഞാൻ നിസ്കരിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കണം, അങ്ങനെ പറഞ്ഞോ? ഇല്ല. ഞാൻ സക്കാത്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങളും സക്കാത്ത് കൊടുക്കണം, പറഞ്ഞോ? ഇല്ല. ഞാൻ കൊല്ല ഹജ്ജിന് വരുന്നില്ലേ മക്കത്ത്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ വന്നാൽ അങ്ങനെ ഉണ്ടോ? ഇല്ല. ഞാൻ റമദാൻ നോമ്പ് കഷ്ടപ്പെട്ട് എടുക്കണില്ലേ, അതുകൊണ്ട് നിങ്ങൾ എടുക്കണമെന്ന് പറയണം? ഇല്ല. ഒരു കാര്യം മാത്രമേ ലോകത്ത് പറഞ്ഞിട്ടുള്ളൂ, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹ് ചൊല്ലുന്നു, ഞാൻ ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ റഹ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് നിങ്ങളും ചെയ്യണം. അല്ലാഹ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്യാൻ ലോകത്ത് സ്വലാത്തിലൂടെ അല്ലാതെ വേറൊരു മനുഷ്യനും വേറൊരു കാര്യത്തിലൂടെയും മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റൂല. അതാണ് രണ്ടാമത്തെ. അല്ലാഹ് ചെയ്യുന്ന കാര്യം നമ്മൾ ചെയ്യാൻ. 2. 3, സ്വലാത്തു മലായികത്തില്ലാഹി അലൽ അബ്ദി മാദാമ യുസല്ലി അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലും തോറും മലക്കൾ അയാൾക്ക് ദ്വാരുന്നോണ്ടേയിരിക്കും. മലക്കൾ ദ്വാരക്കും. വദുആഉൽ മലായികത്തി മർജൂബുൽ ലിൽ ഇജാബ. മലക്കൾ ദ്വാരുന്ന ഉത്തരം ഉറപ്പാ. കാരണം എന്തുകൊണ്ട്? വലാ യശ്ഫഉ ഇൻദഹു ഇല്ലാ ലിമൻ ഇർതദാ. മലക്കളെ കൊണ്ട് ദ്വാരിപ്പിക്കുന്ന അള്ളയല്ലേ. ശമ്പളം ഇല്ലാത്ത പണിക്ക് അള്ള ഏൽപ്പിക്കുമോ? ഇല്ലല്ലോ. മലക്കൾ ദുആ ചെയ്യും. 3. 4, അന്നഹു യഹ്സുലു ലിൽ മുസല്ലി അലൈഹി 10 ഹസനാത്തിൻ ബിവാഹിദ. ഒരൊറ്റ സ്വലാത്ത് കൊണ്ട് 10 കൂലി അള്ളാഹ് തരും. 10 കൂലി. നമുക്ക് ഈ 10 കൂലിയൊന്നും അധികം വിലയില്ലാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ കൂലിയുടെ കണക്കും വലിപ്പവും വണ്ണവും നമുക്ക് അറിയാത്തോണ്ടാണ്. ആഖിറത്തിലെത്തിയിട്ട് 48 നന്മയും
52 തിന്മയായിട്ട് നിൽക്കുമ്പോഴാണ് ഒരു 2 കൂലിയും കൂടി എന്ന് അന്നാ ടെൻഷനാവുക. മഹ്ശറിൽ ആഖിറത്തിൽ ലഭിക്കുന്ന ഒരു കൂലി എന്ന് പറയുന്നത് ഈ ലോകം, ഈ കർണാടക അല്ല, ഈ ലോകം മുഴുവൻ കൊടുത്താലും കിട്ടൂല ഒരു കൂലി എന്ന് പറഞ്ഞാൽ. ഒരു കൂലിന്റെ വലിപ്പത്ര അങ്ങനത്തെ 10 കൂലി കിട്ടും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പം ചൊല്ലിയ ഒരു സ്വലാത്തിന്. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും, ഏത് കാര്യം ചെയ്താലും 10 കൂലി കിട്ടുന്നുണ്ടല്ലോ, അത് സ്വലാത്തിന് മാത്രം എന്താ പ്രത്യേകത? അതിനാണ് അടുത്തത് പറയുന്നത്. ബാക്കി സാധാരണ ഒരു കാര്യം ചെയ്താൽ ഒരു സുബ്ഹാനല്ലാഹ് 10 സുബ്ഹാനല്ലാഹ് കൂലി കിട്ടും, ശരിയാണ്. പക്ഷേ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലിയാൽ 10 കൂലി മാത്രമല്ല, 10 ഹറാമ് പൊറുക്കും. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഈടുന്ന് 10 ഹറാമ് പുറത്തു, കണ്ടോ, പൊറുക്കും എന്നാണ് എൻ്റെ അർത്ഥം. തീർന്നില്ല, 10 സ്ഥാനങ്ങൾ വർദ്ധിക്കും, 10 സ്ഥാനങ്ങൾ വർദ്ധിക്കും. അടുത്തത് 10 അടിമകളെ മോചിപ്പിച്ച കൂലി കിട്ടും സ്വലാത്തിന്. ഒരടിമനെ മോചിപ്പിച്ചാൽ തന്നെ അയാൾ നരകത്തിൽ പോവില്ല. 10 അടിമകളെ മോചിപ്പിച്ച കൂലി. അടുത്തത് കൗനുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫീഅൻ വശഹീദൻ ലിൽ മുസല്ലീന അലൈഹി യൗമൽ ഖിയാമ. എല്ലാവരും പേടിക്കുന്ന ഘട്ടമാണ് പരലോകം. എല്ലാരും പേടിക്കും. ഉമ്മ മക്കളെ നോക്കൂല, മക്കൾ ഉമ്മാനെ നോക്കൂല, ഭാര്യ ഭർത്താവിനെ നോക്കൂല, ഭർത്താവ് ഭാര്യനെ നോക്കൂല. ഒരാളും അവരുടെ സ്വർഗ സീറ്റ് ഉറപ്പിക്കാതെ വേറെ ആരെയും നോക്കൂല. ഒരാളും ഒരാളെയും നോക്കൂല. യൗമ യഫിറുൽ മർഉ അൻ അഖീഹി വ ഉമ്മി. ആരും ആരെയും മെയിൻ്റെ പോലും ആക്കൂല. ആ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഫാഅത്ത് ചെയ്ത് സ്വർഗത്തിലേക്ക് എത്തിക്കും. ആരെ? സ്വലാത്ത് ഇല്ലെന്നവരെ. അങ്ങനെ ത്വബറാനി ഇമാമിന്റെ ഹദീസിലുണ്ട്, രാവിലെ 10 വൈകുന്നേരം 10 ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ കുന്തു ലഹു ശഫീഅൻ യൗമൽ ഖിയാമ, ആഖിറത്തിൽ അയാൾക്ക് ഞാൻ ശുപാർശകനാകുന്നു. ഒരു കാര്യത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുപാർശകനാകും, ശഫാഅത്ത് ചെയ്യൂന്ന് പറഞ്ഞാൽ ആ കാര്യം ചെയ്താൽ ഈമാനോടെ മരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. എങ്ങനെ? ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ഹദീസിൽ ഓഫർ വരികയാണ്, ഈ കാര്യം ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അക്കാര്യം ചെയ്താൽ അയാൾ ഈമാനോടെ മരിക്കുള്ളൂ. കാരണം ഈമാനുള്ളവർക്കേ ശഫാഅത്ത് കിട്ടുള്ളൂ. സുബ്കി ഇമാമിന്റെ ശിഫാഉ സിക്കാമിൽ കാണാം, ഹദ്ദാദിന്റെ വ്യാഖ്യാനം ദഖീറത്തുൽ മആദിൽ കാണാം, ദഖീറത്തുൽ ഖൈർ എന്ന വളരെ മനോഹരമായ കിതാബിലും ഈ ആശയം കാണാവുന്നതാണ്. ഈമാനോടെ മരിക്കാനുള്ള വകുപ്പാണ് സ്വലാത്തല്ലൽ. ഓരോ ദിവസവും ഒരാളിങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ സ്വലാത്ത് മലക്കുകൾ റൗളയിൽ എത്തിക്കും. മലക്കുകൾ എത്തിച്ചോളൂ. ഇനി വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അഡ്മിനി അല്ല എത്തിക്കല്, മലക്കുകളാണ്. ഇപ്പൊ താത്താമാര് ഗ്രൂപ്പിൽ അറിയിക്കല പരിപാടി. മലക്കുകൾ എത്തിക്കും. മലക്കളെ എപ്പോഴും സ്വലാത്ത് എത്തിക്കുമ്പോ എന്താ പറയല്? ആരെ സ്വലാത്ത് എന്നാ പറയല്? മുടിപ്പ് ഭാഗത്തുനിന്ന് കിട്ടിയതാണ് എന്നാ പറയല്. അങ്ങനെ പറയല്? മുടിപ്പ് ഭാഗത്തുനിന്ന് റോഡ് സൈഡിൽ നിന്ന് അങ്ങനെ കിട്ടിയ അങ്ങനെ പറയല്? എന്താ പറയല്? യുസല്ലി അലൈക ഫുലാൻ ബിൻ ഫുലാൻ, ഇന്നാൽ ഇന്നാളുടെ മകൻ ഇന്നാൽ ഇന്നയാൾ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അബ്ദുൽ ഖാദറിന്റെ മകൻ അബ്ദുള്ള സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് നബിയെ. അബ്ദുള്ളയുടെ മകൻ ഫൈസൽ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് നബിയെ. അബ്ദുറഹ്മാന്റെ മകൾ ആയിഷ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് നബിയെ. അങ്ങനെ പറയാം, ഉപ്പാന്റെ പേര് ചേർത്തിട്ടാ പറയാം. എന്ന് പറഞ്ഞാൽ മക്കൾ സ്വലാത്തില്ലെന്ന മക്കളാണെങ്കിൽ ഉപ്പാന്റെ പേര് ഫ്രീ ആയിട്ട് റൗളയിലെത്തും. ഒരു ടിക്കറ്റും ഇല്ലാണ്ട് നേരം ഫ്രീ ആണ് വിസ, ഫ്രീ. അവിടെ കിതാബുകളിൽ വിശദീകരിക്കേണ്ടത് മക്കൾ സ്വലാത്തില്ലാൽ ഉപ്പ രക്ഷപ്പെടും. എന്തുകൊണ്ട്?
എപ്പോൾ ഈ ഉപ്പാൻ്റെ പേര് റൗദയിലേക്ക് എത്തുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് എപ്പോഴും ഒരാളുടെ പേര്, ഒരു ആയിഷയുടെ, ഒരു ഫാത്തിമയുടെ, ഒരു അബ്ദുള്ളാൻ്റെ, ഒരു മുഹമ്മദ് മോൻ്റെ, എപ്പോഴും ഈ പേര് റൗദയിലെത്തുമ്പോൾ തങ്ങൾക്ക് ഈ പേര് മെമ്മറിയിൽ സേവ് ആവും. തങ്ങളുടെ കൽബിൽ അയാളുടെ പേരുണ്ടാവും. ഖുർആനിലുണ്ട് വമൻ ദഖലഹു കാന ആമിന. മഹാന്മാരുടെ കൽബിൽ നമ്മുടെ പേര് സേവ് ചെയ്താൽ കാന ആമിന, പിന്നെ ആഖിറത്തിൽ അയാൾ പേടിക്കണ്ടെന്ന്. തഫ്സീർ ഇബ്നു അജീബ. അയാൾ പിന്നെ പേടിക്കണ്ട. അപ്പൊ എല്ലാ ദിവസവും സലാത്തിൽ നിന്ന് ആള് ഒരു ദിവസം മരിക്കുമല്ലോ. യെസ്, അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കളോട് ചോദിക്കൂലേ, രാവിലെ തന്നെ ഒരു 100 സ്വലാത്ത് കൊണ്ട് വരുത്തുണ്ടല്ലോ, അതെവിടെ പോയി? കഥ മാത്തത്, ആ ഉമ്മ ഇന്ന് രാവിലെ സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ട് മരിച്ചു നബിയേ. നമ്മുടെ മരണവിവരം റൗളയിൽ റിപ്പോർട്ട് കണ്ടോ? നമ്മുടെ ചലന നിശ്ചലനങ്ങൾ റൗള അറിയുകയാണ്. പിന്നെ എങ്ങനെ ഇയാൾ കഴിച്ചലാവാതിരിക്കുക? മെമ്മറിയിൽ സേവുള്ള ആള് സ്വർഗത്തിലെത്താതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ പോവോ? ഇല്ല. നബിതങ്ങൾക്ക് അവ്വലുമായി അദ്ഖുലുൽ ജന്ന എന്നൊരു പേരുണ്ട്. ആദ്യമായി സ്വർഗത്തിലെത്തുന്ന ആൾ, സ്വർഗ ഉദ്ഘാടനം ചെയ്യുന്നയാൾ. ശരി, തദ്കിറത്തുൽ മുഹിബ്ബീൻ എന്ന കിതാബ് പറയുന്നുണ്ട്, സ്വർഗ ഉദ്ഘാടനം ചെയ്തിട്ട് തങ്ങൾ തിരിച്ചു വരും. എന്നിട്ട് തങ്ങളെ മനസ്സിൽ ആരൊക്കെ പേരുണ്ടോ അവരൊക്കെ ക്രോസ് ചെക്ക് ചെയ്യും. എത്തിയില്ലേ? 2-3 ആള് ബാക്കിയുണ്ടല്ലോ, കണ്ടോ? അങ്ങനെ തങ്ങളുടെ ചെക്കിങ്ങിൽ നമ്മൾ പെടണ്ടേ മുഅ്മിനീങ്ങളെ, പെടണ്ടേ. തങ്ങളെ മനസ്സിൽ നമ്മളെ പേരുണ്ടാവണ്ടേ. ഒരു വലിയ തങ്ങളെയോ സാധാരണ ഒരു സയ്യിദിൻ്റെയോ ഒരു ഉസ്താദിൻ്റെയോ മനസ്സിൽ നമ്മൾ ഓർമ്മ ഉണ്ട് എന്ന് ഓറ് നമ്മളോട് ആളൊന്നെന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊരു സുഖവും സന്തോഷമായിരിക്കും. ഉസ്താദിന് എന്നെ ഓർമ്മ ഉണ്ട്, ദുബായിന്ന് കണ്ടത് ഓർമ്മ ഉണ്ട്, അൽഹംദുലില്ലാ ഉസ്താദ് എന്നെ മറന്നിട്ടില്ല, ഭയങ്കര സന്തോഷമായിരിക്കൂലേ. ഇത് ലോകത്തെ എല്ലാ സാദാത്തുക്കളുടെയും എല്ലാ അലിമീങ്ങളുടെയും നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ നമ്മളുടെ പേരും നമ്മളുടെ അഡ്രസ്സും ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാ പിന്നെ പേടിക്കേണ്ട ആവശ്യം? എന്തിനാ പേടിക്കുന്നത്? സിറാത്ത് വാലത്തിൽ പേടിക്കണോ? മഹ്ശറിൽ ഏതെങ്കിലും ഘട്ടത്തിൽ പേടിക്കണോ? അതിനെന്ത് വേണം? സ്വലാത്ത് നമുക്ക് ഉണ്ടാകണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കും എന്ന് പറയുന്നതിൻ്റെ താല്പര്യം. അടുത്തത് അന്നൽ മലായികത യക്തുബൂന ദാലിക. സ്വലാത്ത് എല്ലുന്ന മനുഷ്യന്മാരുടെ സ്വലാത്ത് മലക്കൾ എഴുതി വെക്കും. ബി അഖ്ലാമി ദഹബി, സ്വർണത്തിന്റെ പേന കൊണ്ട്, വസ്സഹാഇഫിൽ ഫില്ലത്തി, വെള്ളിയുടെ ഏടുകളിൽ എഴുതി വെക്കും. വയഖൂലൂൻ, എന്നിട്ട് മലക്കൾ ആശീർവദിച്ച് പറയും, ലിൽ മുസല്ലീൻ, സ്വലാത്ത് എല്ലുന്നവരോട്, സീദു, നിങ്ങൾ കുറെ ചൊല്ലിക്കോ, സാദക്കുമുല്ലാഹ്, എല്ലാ മഹത്വങ്ങളും അല്ലാഹ് നിങ്ങൾക്ക് കൂട്ടി തരട്ടെ. മലക്കൾ ദ്വാരക്കും. അടുത്തത് കിതാബത്തു ബറാഅത്തും മിനൻ നിഫാഖി വ ബറാഅത്തും മിനൻ നാർ. 2 മോചനം അയാൾക്ക് സ്റ്റാമ്പ് ചെയ്യും. ഷുവർ, സ്വലാത്തിൽ എന്ന മനുഷ്യന്മാർ മുനാഫിഖാവൂല, സ്വലാത്തിൽ എന്ന മനുഷ്യന്മാർ നരകത്തിൽ പോവില്ല. അത് ഷുവറാണ്, അത് എഴുതി വെക്കുമെന്ന് ഹദീസിൽ വന്നതാണ്. തീർന്നില്ല. അന്നൽ മുസല്ലിയ യസ്കുനുഹുല്ലാഹു മഅ ശുഹദാഇ യൗമൽ ഖിയാമ. അല്ലാഹു അവരെ ശുഹദാക്കളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടും, സ്വലാത്ത് ചൊല്ലുന്നവരെ. അടുത്തത് അന്നൽ മലായികത തസ്തഗ്ഫിറു ലിൽ മുസല്ലി. സ്വലാത്ത് ചൊല്ലുന്നവരെ മലക്കൾ ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, ഇയാൾ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയല്ലേ ആയിരിക്കും. അപ്പോൾ മലക്കൾ അപ്പുറത്തുനിന്ന് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹ് നീ അവനക്ക് പുറത്തു കൊടുക്കണേ, നീ പുറത്തു കൊടുക്കണേ എന്ന് ദുആർക്കും. അന്നഹു ഇദാ മാത, സ്വലാത്തിൽ നിന്ന് ഒരാൾ മരിച്ചാൽ തകൂനു സ്വലാത്തു ഇൻദ ഖബരിഹി, അവൻ ചൊല്ലിയ സ്വലാത്ത് അവൻ്റെ ഖബറിൻ്റെ അടുത്തേക്ക് വരും. തസ്തഗ്ഫിറു ലഹു, അവൻ ഇങ്ങനെ ദ്വാരുന്നോണ്ടേയിരിക്കും. സ്വലാത്തിൽ നിന്ന് മനുഷ്യന്മാരോളം ഭാഗ്യവാന്മാർ ലോകത്ത് എവിടെ ഇല്ലാന്ന് ഈ കിതാബ് വായിച്ച് നമുക്ക് കിട്ടും. സമയമില്ലാത്തോണ്ടാണ്. 1-2 കൂടി ബർക്കത്ത് ഞാൻ പറയാം. അന്നൽ മലായികത തബ്ലുഹൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മലക്കുകൾ സ്വലാത്ത് എത്തിക്കുമല്ലോ. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ ചൊല്ലിയ സ്വലാത്തിനും സലാമിനും മടക്കും. ഇയാളുടെ സ്വലാത്തല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണിക്കയായി കാണിച്ചു കൊടുക്കും, സമ്മാനമായി കാണിച്ചു കൊടുക്കും. മലക്കുകൾ റസൂലുള്ളാഹിന്റെ അടുത്ത് നമ്മൾ സ്വലാത്തുമായിട്ട് പോയാൽ ആ സ്വലാത്ത് കാണുമ്പോൾ തങ്ങളുടെ മുഖത്ത് എത്ര സന്തോഷം ഉണ്ടാവും, തങ്ങളുടെ കണ്ണിന് എത്ര കുളിർമ ഉണ്ടാവും. തങ്ങളെ സന്തോഷിപ്പിച്ച മനുഷ്യൻ എങ്ങനെയാ നരകത്തേക്ക് പോവുക? റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹയോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എല്ലാ ദിവസവും 400 റക്അത്ത് സുന്നത്ത് സ്കരിക്കുന്നത്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ല, സ്വർഗം കിട്ടാൻ അല്ല, പിന്നെ എന്തിന്? ഈ എൻ്റെ ഇബാദത്ത് കണ്ടിട്ട് റൗളയിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷമാവാന്. ഓരൊക്കെ റസൂലുള്ളാഹിനെ ഹാപ്പി ആക്കാൻ പണിയെടുക്കുമ്പോൾ നമുക്കൊരു 100 സ്വലാത്ത് അല്ലാൻ 86,400 സെക്കൻഡാണ് 24 മണിക്കൂർ. അതിൻ്റെ ഇടയിൽ സമയമില്ലെങ്കിൽ എത്ര വീഡിയോസാണ് ഇൻസ്റ്റയിൽ നിന്നും സ്റ്റാറ്റസിൽ നിന്നും യൂട്യൂബ് റീൽസൊന്നും നമ്മൾ കണ്ടു തീർക്കുന്നത്? ഇതാണ് നമ്മുടെ ജീവിതത്തിലെ പരിപാടി. എൻ്റെ പൊന്നാര ചെറുപ്പക്കാരെ, ഒന്ന് ഇശാ നിസ്കാരവും ഹദ്ദാദലും കഴിഞ്ഞ് ഈ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് വുളു എടുത്തൊരു 100 സ്വലാത്തോടെ കിടന്നോക്ക്. എല്ലാ ദിവസവും അങ്ങനെ ശീലാക്കി നോക്ക്. ഒരു 86-ാം വയസ്സിൽ മരിക്കുമ്പോൾ എത്ര ലക്ഷം സ്വലാത്ത് നമ്മൾ ഏടിലെത്തിയിട്ടുണ്ടാവും? എത്ര ലക്ഷം? 10,000 സ്വലാത്ത് എല്ലാ ദിവസവും ചൊല്ലുന്ന ഉസ്താദിനെ പരിചയപ്പെടുത്തുന്നുണ്ട് ഷെഹ്റാൻ ഇമാം തൻ്റെ ലവാഖി അൻവാറുൽ ഖുദ്സിയ ഫിൽ ഉഹൂദുൽ മുഹമ്മദിയയിൽ. 10,000 സ്വലാത്ത് എല്ലാ ദിവസവും ചൊല്ലുന്ന ആ മഹാന് 10 ദിവസം കൊണ്ട് 1 ലക്ഷമായില്ലേ? ഓരോ മാസവും 3 ലക്ഷമായില്ലേ? ചിന്തിച്ചോക്ക്. ഇവരെല്ലാം മുമ്പിൽ നമ്മൾ എന്ത് വന്നിട്ടാ പോവുക? ആകെ നിസ്കാര ശേഷമുള്ള 3 സ്വലാത്ത് മാത്രം മതിയോ? പോരാ, ഒരെണ്ണം വെച്ചിട്ട് സ്വലാത്ത് വേണ്ടേ? എല്ലാ ദിവസവും നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് നമ്മളെ പേരല്ലേ പ്രകടിപ്പിക്കാൻ പോകുന്നത്? അതല്ലേ പോകുന്നത്? തീർന്നില്ല. അന്നഹ സബബുൻ ലി കിഫായാത്തിൽ മുഹിമ്മാത്തി ഫിദ്ദുന്യ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലുള്ള എല്ലാ ആഗ്രഹവും പൂർത്തിയാവും സ്വലാത്ത് ഇല്ലാൽ. വ ഖളാഇൽ ഹാജാത്ത്, എല്ലാ ആവശ്യവും നിർവഹിക്കപ്പെടും. വ കശ്ഫിൽ ഖുർബാത്ത്, എല്ലാ പ്രശ്നവും പരിഹരിക്കും. വ ഗുഫ്രാനു ദുനൂബ്, നിന്റെ ദോഷം പൊറുക്കും. വ അന്നമൻ ജഅല സ്വലാത്തഹു കുല്ലഹു ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പരമാവധി സമയം സ്വലാത്തെല്ലാൻ ഒരാൾ സമയം ചെലവഴിച്ചാൽ ഓനിക്ക് ദുനിയാവിലുള്ള ദോഷം പൊറുക്കും, ഓൻ്റെ ഈമാനോടുള്ള മരണം കിട്ടും, ഓനിക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. ഞാൻ ഇനി ഒരു 2 മിനിറ്റ് കൊണ്ട് അറബി വായിക്കാണ്ട് ഇതിങ്ങനെ പറഞ്ഞു പോകാം. സ്വലാത്ത് ചൊല്ലിയാലുള്ള മഹത്വം മീസാനിന് കനം തൂങ്ങും. സിറാത്ത് പാലത്തിൽ അയാൾ വീഴൂല. സിറാത്ത് പാലത്തിലെങ്ങാനും അയാൾ വീഴാൻ പോകുമ്പോൾ സ്വലാത്ത് വന്നിട്ട് അയാളെ കൈപിടിച്ചിട്ട് രക്ഷപ്പെടുത്തുന്ന അമലാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. സ്വർഗത്തിൽ ഉന്നത സ്ഥാനം കിട്ടുന്ന ഇബാദത്താണ് സ്വലാത്ത് ചൊല്ലിയവർ. രാത്രി മുഴുവൻ ഇബാദത്ത് ചെയ്ത കൂലിയാണ് സ്വലാത്ത് ചൊല്ലിയവരുടെ ഏടിൽ മലക്കൾ എഴുതി വെക്കുക. ഏതെല്ലാം ഘട്ടങ്ങളിൽ പ്രകാശം ആവശ്യമുണ്ടോ അവിടെയൊക്കെ പ്രകാശമാണ് സ്വലാത്തിൽ നിന്നൊരുക്കി. ഹൃദയത്തിൽ പ്രകാശം ആവശ്യമുണ്ട്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഖബറിൽ പ്രകാശം ആവശ്യമുണ്ട്, സ്വലാത്തിൽ നിന്നവരുടെ ഖബർ വെളിച്ചായിരിക്കും. സിറാത്ത് പാലത്തിൽ പ്രകാശം ആവശ്യമുണ്ട്, അസ്വലാത്തു അലയ്യ നൂറുൻ അല സിറാത്ത്. സിറാത്ത് പാലത്തിൽ പ്രകാശമാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. ദാരിദ്ര്യം ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വളരെ അടുപ്പുണ്ടാവും സ്വലാത്തിൽ നിന്നവർ. സ്വലാത്ത് ചൊല്ലുന്നതിനനുസരിച്ച് അള്ളാഹിൻ്റെ സ്നേഹം അയാൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഹൃദയം കറുത്തു പോയിട്ടുണ്ടെങ്കിൽ അത് വെളുപ്പിക്കാനുള്ള വഴിയാണ് സ്വലാത്ത്. ഹൗലുൽ കൗസറിൻ്റെ അടുത്ത് പലരെയും ആട്ടി ഓടിക്കുന്ന സമയത്ത് സ്വലാത്ത് ചെല്ലുന്നവർക്ക് കൂളായിട്ട് ഹൗലുൽ കൗസറിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റും. സ്വലാത്ത് ചൊല്ലുന്നവരുടെ ദുആ പെട്ടെന്ന് സ്വീകരിക്കും. സ്വലാത്ത് ചൊല്ലുന്നവരുടെ ജീവിതത്തിൽ, ആയുസ്സിൽ, മക്കളിൽ, കുടുംബത്തിൽ, അയാൾ ചെയ്യുന്ന മേഖലയിൽ ബർക്കത്തുണ്ടാവും. ഞാൻ പറയണല്ല, അതിൻ്റെ മാത്രം ഈ കിതാബ് ഇബാറത്ത് വായിക്കാം. അന്നഹ സബബുൻ ലിൽ ബർക്കത്തി ഫി ദാത്തിൽ അബ്ദി വ ഉംരിഹി വ അസ്ബാബി മസാലിഹി. സ്വലാത്ത് ചൊല്ലുന്നവരുടെ ജീവിതം ബർക്കത്തുള്ള ജീവിതമായിരിക്കും. കുറേ ഇബാദത്ത് ചെയ്യാൻ കഴിയും.
അയാളുടെ ആയുസ്സിന് ബർക്കത്തുണ്ടാവും, അയാളുടെ ആയുസ്സിന് ബർക്കത്തുണ്ടാവും. വസ്ബാബി മസാലിഹി, അയാൾ ചെയ്യുന്ന ജോലി ഉണ്ടാവുമല്ലോ, ഭയങ്കര ബർക്കത്തായിരിക്കും. ബൈക്ക് ഓടിക്കുന്ന കൂട്ടുകാരെ ചുണ്ടില് സ്വലാത്ത് ഉണ്ടാകണം. വീട്ടു ജോലി ചെയ്യുന്ന ഉമ്മമാരെ സ്വലാത്ത് മറന്നു വരുത്, സ്വലാത്ത് മറന്നു വരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങോട്ട് സ്നേഹിക്കും അത്രേ, സ്വലാത്ത് ഇല്ലെന്നവരെ. മൂമിനീങ്ങളുടെ കൽബിൽ ഇഷ്ടം ഇട്ട് കൊടുക്കും സ്വലാത്ത് ഇല്ലെന്നവരോട്. ഇതെല്ലാം പറഞ്ഞിട്ട് മഹാൻ പറയാ, ഇതൊന്നും തീർന്നിട്ടില്ല. എന്നിട്ട് ലാസ്റ്റ് പറയാ, ഫഅലൈക, മോനെ നീ നിർബന്ധ ബുദ്ധിയാ ഒരു കാര്യം ചെയ്യണം. എന്താണത്? ബിൽ ഇക്സാരി മിനസ്വലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നീ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. എന്നിട്ട് വിർദൻ ഫീ ലൈലിക വനഹാരിക, അങ്ങനെ എപ്പെങ്കിലും ഓർമ്മ കിട്ടുമ്പോൾ സ്വലാത്ത് ഇല്ല, വണ്ടി പോകുമ്പോൾ സ്വലാത്ത്, അങ്ങനെയല്ല. നിശ്ചിത ഒരു വിറുദ്ധായിട്ട് നീ കൊണ്ടു നടക്കണം. ഇത്ര എണ്ണം ഞാൻ ഒരു ദിവസം സ്വലാത്ത് പൂർത്തിയാക്കും ഇൻഷാ അല്ലാഹ്. അങ്ങനെ നീ വിറുദ്ധായി കൊണ്ടു നടക്കണം. എങ്കിൽ തഫുസ് ബികുല്ലി ഖൈരിൻ ഫിദ്ദുനിയ വൽ ആഖിറ, നിനക്ക് ദുനിയാവിലും ആഖിറത്തിലുള്ള മുഴുവൻ ഖൈറും നിനക്ക് ലഭിച്ച് വിജയിക്കാൻ പറ്റുമെന്ന് കിതാബ് തഖ്രീബുൽ ഉസൂൽ ലിതസ്ഹീലിൽ വുസൂൽ ലിമഅരിഫത്തി റബ്ബി സുബ്ഹാനഹു വതആല വറസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബ് പറയാം. ഞാൻ നിർത്തി. അല്ല ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബിന് ഇനിയും 2 വിശദീകരണങ്ങളുണ്ട്. എന്നെങ്കിലും നമ്മൾ സമയം വെക്കുമ്പോൾ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ ബാക്കി അന്ന് വിശദീകരിക്കാം. സ്വലാത്ത് ചൊല്ലിയാലുള്ള നേട്ടങ്ങൾ ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റൂല. നമുക്ക് എന്തൊക്കെ ദുനിയാവിലും ആഖിറത്തിലും വേണോ അതൊക്കെ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടും. ഒരാൾക്ക് തോന്നുകയാണ് എൻ്റെ കുറേ കാലം വെറുതെ പോയി, ക്യാമ്പസ് ജീവിതം, പഴയ ജീവിതം, തെറ്റുകുറ്റങ്ങളിലായി പോയി. അങ്ങനത്തെ ആൾ നിരാശാവല്ല വേണ്ടത്. അബുൽ ഹസനു ഷാദുലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ നിന്റെ കയ്യിൽ സ്വലാത്ത് ഉണ്ടായാൽ മതി, നിന്റെ കയ്യിൽ സ്വലാത്ത് ഉണ്ടായാൽ മതി. കഴിഞ്ഞ കാലത്തെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കാനും വരാനിരിക്കുന്ന കാലത്തെ ജീവിതം ശുദ്ധിയാക്കാനും സ്വലാത്തിന് പവറുണ്ട്. ദാരിദ്ര്യമില്ലാത്ത ലൈഫിന്, ബറക്കത്തുള്ള ജീവിതത്തിന്, മക്കൾ സ്വാലിഹീങ്ങളാവും സ്വലാത്തില്ലെന്നവരുടെ, സ്വലാത്തില്ലെന്നവരുടെ മക്കൾ ആ തലമുറക്കന്നെ അതിൻ്റെ ബർക്കത്തുണ്ടാകുമെന്ന് മസാലിക്കുൽ ഹുനഫയിൽ ഖസ്തല്ലാനി ഇമാം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. എന്തെല്ലാം ബർക്കത്ത്! ജീവിതത്തിൽ ബർക്കത്ത്, ജോലിയിൽ ബർക്കത്ത്, കുടുംബത്തിൽ ബർക്കത്ത്, മക്കളിൽ ബർക്കത്ത്, സമ്പത്തിൽ ബർക്കത്ത്, ആയുസ്സിൽ ബർക്കത്ത്, ദുനിയാവിലെ ജീവിതത്തിലെ ബർക്കത്ത്, ആഖിറത്തിൽ ശഫാഅത്ത്, സിറാത്ത് പാലത്തിൽ രക്ഷപ്പെടാൻ, ഖബറിൽ വെളിച്ചം, സിറാത്ത് പാലത്തിൽ വെളിച്ചം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിലൊന്ന് കണ്ടുകിട്ടാൻ, കൽബൊന്ന് നന്നാവാൻ, കൽബ് പിടിക്കാതിരിക്കാൻ, നമ്മുടെ ഉപ്പാനോടുള്ള കടപ്പാട് നിർവഹിക്കാൻ, എല്ലാത്തിനും സ്വലാത്ത് മതി. ദോഷം പുറത്തു കിട്ടാൻ, ആവശ്യങ്ങൾ നിർവഹിക്കാൻ, മറന്നുപോയത് ഓർമ്മിക്കാൻ, ടെൻഷൻ തീരാൻ, എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ മതി. എന്താണ് ഈ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എത്ര എണ്ണാണ്? അതിന് മഹാന്മാർ 2 ഉത്തരങ്ങളാണ് പറയുന്നത്. സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഉത്തരം ഡെയിലി ചുരുങ്ങിയത് ഒരു 300 സ്വലാത്തെങ്കിലും ചൊല്ലുക എന്നുള്ളതാണ്. സ്വലാത്ത് വർദ്ധിപ്പിക്കലിൻ്റെ ഒന്നാമത്തെ താല്പര്യം അതാണ്. രണ്ടാമത്തെ വ്യാഖ്യാനം, അയാൾ ഒഴിവ് കിട്ടുമ്പോൾ എല്ലാം അയാൾ ചുണ്ടിൽ സ്വലാത്തായിരിക്കും. ഡ്രൈവിങ്ങിൽ, അടുക്കളപ്പണിയിൽ, വീട്ടുജോലിയിൽ സ്വലാത്ത് ചൊല്ലാൻ പറ്റുന്ന സമയം, ബാക്കി ഫർലായ കാര്യങ്ങളൊക്കെ നിർവഹിച്ച്, ആവശ്യങ്ങളൊക്കെ നിർവഹിച്ച്, സ്വലാത്ത് എപ്പോഴൊക്കെ മൂപ്പർക്ക് സാധ്യത ഉണ്ടോ അപ്പോഴൊക്കെ മൂപ്പരുടെ ചുണ്ടിൽ സ്വലാത്തായിരിക്കും. അപ്പം അയാളെക്കുറിച്ച് മരിച്ചാൽ അയാളെ അടുത്തറിയുന്ന ആൾ ചിലപ്പോൾ ഭാര്യയായിരിക്കും, ചിലപ്പോൾ ഭർത്താവായിരിക്കും, ചിലപ്പോൾ ഉപ്പയായിരിക്കും, ചിലപ്പോൾ മക്കളായിരിക്കും. അവർ പറയും, ഓ മൂപ്പര് എത്രയാ സ്വലാത്തല്ലല്ലോ എന്നറിയാം. എപ്പോൾ നോക്കിയാലും ഉപ്പ സ്വലാത്തല്ല, മൂപ്പര് ഒരു സ്വലാത്തിൻ്റെ ആളാണ്. അങ്ങനെ പറയുമ്പോഴാണ് സ്വലാത്ത് വർദ്ധിപ്പിച്ച ആളാവുക എന്നും വിശദീകരണം ഉണ്ട്. ഇബ്നു ഹജർ റഹിമഹുള്ളയുടെ അദ്ദുറുൽ മൻലൂദ് ഫി സ്വലാത്തി വസ്സലാമി അലാ സ്വാഹിബി മഖാമിൽ മഹ്മൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൻ്റെ ആ വരിയെ വിശദീകരിക്കുന്നിടത്ത് അബ്ദുല്ലാഹി സിറാജ് തങ്ങൾ ഈ വ്യാഖ്യാനം കൊണ്ടുവരുന്നുണ്ട്. ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് പകുതിക്ക് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണത്.
ബാക്കി നമുക്ക് പിന്നീട് അവസരം പോലെ ഇൻഷാ അല്ലാഹ് തൗഫീക്ക് ലഭിച്ചാൽ പറയാം. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഹൃദയം ഈമാനുള്ള ഹൃദയമായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.